ഹായ് മക്കളെ. അപ്പൊ നമ്മൾ ലോസ് ഓഫ് മോഷൻ ഒക്കെ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കും അല്ലെ. നമുക്കറിയാം ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞ് നമുക്കുള്ള മെക്കാനിക്സിലെ ലാസ്റ്റ്, അതായത് ഫസ്റ്റ് ഇയറിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് എന്താ, വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. വർക്ക് എനർജി പവറിൽ നമുക്കറിയാം വർക്ക് എനർജി പവർ ആ ഒരു 3 ടേം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. കാരണം എന്താ, ഈ 3 ടേംസ് വർക്ക് ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, പവർ ആയിക്കോട്ടെ, ഇവർ 3 പേര് എന്ത് ക്വാണ്ടിറ്റീസ് ആടാ, സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. അതായത് ഇവർക്ക് എന്തില്ല, ഡയറക്ഷനോ വെക്ടർ അഡിഷനോ അതൊന്നും ഇല്ല. ഇവർ 3 പേര് എന്ത് ക്വാണ്ടിറ്റീസ് ആണ്, സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ വർക്ക് എനർജി പവർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം എന്താ നോക്കുന്ന, വർക്ക് തന്നെ അല്ലേ. വർക്കിനെ പറ്റിയിട്ടായിരിക്കും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേടാ. വർക്ക് എന്താന്ന് അവിടെ നമ്മള് എന്താ, വർക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ട്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ടുള്ള വർക്ക് ഉണ്ട്, വർക്ക് എനർജി തിയറം ഉണ്ട്, അവിടുന്ന് വർക്ക് എങ്ങനെ കിട്ടും, വർക്കിന്റെ ഇക്വേഷൻ, അതൊക്കെ നമ്മൾ പറയും. പ്രധാനമായിട്ട് വർക്കിന്റെ ഇക്വേഷൻ എന്താ, നമുക്ക് കുഞ്ഞിലെ തൊട്ട് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം. പിന്നെ നമ്മൾ ഡയറക്റ്റ് അടുത്തതിൽ എന്തെല്ലോട്ടായിരിക്കും പോകുന്നത്, എനർജിയിലോട്ട് പോകും അല്ലെ. എനർജി ഏതൊക്കെ എനർജിയിൽ നമ്മൾ പോകും, കൈനറ്റിക് എനർജി പറയും, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പറയും, അതൊക്കെ നമ്മൾ പറയും. പിന്നെ നമ്മൾ എന്തിലോട്ട് പോകാം, പവറിലോട്ട് പോകും. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഒരു പാർട്ടാണ് എന്താ, കൊളിഷൻ. ഈ ഇത്രയും പാർട്ട് കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്ത് ചെയ്യണം, ഫിനിഷ് ആവും. ഇതിന്റെ ഇടയ്ക്ക് ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കൂടെ വരും, അതുകൂടെ നമുക്ക് എഴുതിക്കാം. അപ്പൊ ഈ ഒരു 5 ടോപ്പിക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ചാപ്റ്ററിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം നമ്മൾ എന്തിലോട്ടാ പോകുന്നത്, വർക്കിലോട്ടാ പോകുന്നത്. അപ്പൊ നമ്മള് വർക്ക് എന്താന്ന് ഒക്കെ പറഞ്ഞല്ലേ, വർക്കിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഇനി നമുക്കറിയാം 2 ടൈപ്പ് ഫോഴ്സ് നമുക്കറിയാം, കോൺസ്റ്റന്റ് ഫോഴ്സും കാണും, വേരിയബിൾ ഫോഴ്സ് കാണും. അപ്പൊ നമുക്ക് 2 ടൈപ്പ് വർക്ക് ഡണ്ണും പഠിക്കണം. വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ്, അതായത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ 4 ന്യൂട്ടൺ അതൊരു കോൺസ്റ്റന്റ് ഫോഴ്സ്, ആ ഒരു ഫോഴ്സ് ആണെങ്കിൽ ഉള്ള വർക്ക് ഡൺ, അപ്പോൾ ഉള്ള വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഫോഴ്സ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ ഫോഴ്സ്. അപ്പൊ അത് നടത്തുന്ന ആ ഒരു വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കും. ആദ്യം നമ്മൾ നോക്കുന്ന വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ കേസ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കി, ഇത് നമ്മുടെ ഒരു ബ്ലോക്ക് ആണ്. ആ ബ്ലോക്കിലോട്ട് ഞാൻ എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അത് എന്ത് ചെയ്യുന്നതാ, ഇങ്ങോട്ട് എസ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നു. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. എത്രയാണ്, തീറ്റയാണ്. അപ്പൊ നമുക്കറിയാം ഒരു വെക്ടർ എഫ്, ഫോഴ്സ് എന്ന് പറയുന്ന വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വെക്ടർ ആണ്. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു വെക്ടറിനെ 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ തീറ്റ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഈ കമ്പോണന്റിനെ വിളിക്കുന്ന പേര് എന്താ, എഫ് കോസ് തീറ്റ ആയിരുന്നു. തീറ്റ അസോസിയേറ്റ് ഉള്ള ഈ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് കോസ് തീറ്റ ആണ്. ഇവിടെ ഏത് കമ്പോണന്റ് ആയിരിക്കും, അപ്പൊ എഫ് സൈൻ തീറ്റ ആയിരിക്കും. ഇത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ തീറ്റ അസോസിയേറ്റ് ഉള്ള ഇങ്ങോട്ട് ഈ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഉള്ള ഫോഴ്സ് എത്രയെന്ന് വെച്ചാൽ എത്രയാണ്, ഇങ്ങോട്ടുള്ളത് എഫ് കോസ് തീറ്റ ആണ്. ക്ലിയർ അല്ലേടാ? ഓക്കെ. അപ്പൊ ബ്ലോക്ക് ഇങ്ങോട്ട് നീങ്ങി എങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ എനിക്ക് കണ്ടുപിടിച്ചൂടെ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടുത്തെ ഫോഴ്സ് എന്താണ്, എഫ് കോസ് തീറ്റ ആണ്, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താ, എസ് ആണ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാടാ, എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതാം. എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതാം. എനിക്കറിയാം എ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, എ ഡോട്ട് ബിക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇവിടുന്ന് വർക്ക് ഡൺ ഈസിക്കൽ ടു എന്ത് എഴുതാം, എഫ് ഡോട്ട് എസ് എന്ന് എഴുതാം. വർക്ക് ഡൺ ഈസിക്കൽ ടു എങ്ങനെ എഴുതാം മക്കളെ, എഫ് ഡോട്ട് എസ് എന്ന് എഴുതാം. ഓക്കെ അല്ലെ, എഫ് എസ് കോസ് തീറ്റ എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഡോട്ട് എസ് എന്ന് എഴുതാം. അതായത് ഫോഴ്സിന്റെ തന്നിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ 2 വെക്ടർ ക്വാണ്ടിറ്റീസിനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതാണ് വർക്ക് എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, വർക്ക് കിട്ടും. അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ മാർക്കല് എഫ് എസ് കോസ് തീറ്റ അല്ലെങ്കിൽ എഫ് ഡോട്ട് എസ് ആണ്. അപ്പൊ ഇത് നോക്കിയേ, വർക്ക് ഡൺ ബൈ ഫോഴ്സ് ആണ്, ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എസ് ഇൻറ്റു കോസ് തീറ്റ, എഫ് എസ് കോസ് തീറ്റ. ഇനി എസ് ഐ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എസ് ഐ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ എസ് ഐ യൂണിറ്റ് എന്താ, മീറ്റർ ആണ്. അപ്പൊ ആ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന ഒറ്റ പേരാണ് മക്കളെ ജൂൾ എന്ന്. എന്താ, ജൂള്. ഇനി ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക് അറിഞ്ഞിരിക്കണം. എന്തായിരിക്കും ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക് എന്ന് പറയുന്നത്, ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ, എം എൽ ടി റൈസ് ടു -2 മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ എന്ത് വരും, എൽ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്ന് കിട്ടും. കണ്ടോ, ഡയമെൻഷണൽ ഫോർമുല അത് തന്നെയല്ലേ എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മൾ വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ് നമുക്ക് മനസ്സിലായി. അടുത്ത നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിലോട്ടാ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ഇക്വേഷനിൽ തന്നെ ഉണ്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് പറയാം എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വർക്കിനെ അഫക്ട് ചെയ്യുന്നത്. എന്തൊക്കെയായിരിക്കും, ആദ്യം നമുക്ക് ഫോഴ്സ് അഫക്ട് ചെയ്തില്ലേ, അതായത് ആ ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് അത് എത്രയാണെന്ന് ഡിപ്പെൻഡ് ചെയ്യും അവിടെ നടക്കുന്ന വർക്ക് ഡൺ. ഞാൻ കുറച്ച് ഫോഴ്സ് കൊടുത്തോളെങ്കിൽ അത് കുറച്ച് വർക്ക് ഡണ്ണേ ചെയ്യുള്ളൂ. ഞാൻ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ അവിടെ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും,
കൂടുതലായിരിക്കാം. ഇനി അടുത്ത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന? ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. അതായത് ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോൾ അത് എന്ത് ചെയ്തു? ഡിസ്പ്ലേസ്ഡ് ആയി. ആ ഡിസ്പ്ലേസ്മെന്റിനെ ആര് അഫക്ട് ചെയ്യും? വർക്ക് അഫക്ട് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ടൈം എന്തുകൊണ്ടുള്ള? കോസ് തീറ്റ, അതായത് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിളിനെയും ആര് ഡിപ്പെൻഡ് ചെയ്യും? വർക്ക് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ വർക്ക് ആരെയൊക്കെ അഫക്ട് ചെയ്യുന്നു? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ അഫക്ട് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന ആ ഫോഴ്സിൽ ആ ഒരു ഒബ്ജക്ട് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ്മെന്റ് ചെയ്യും. ആ ഡിസ്പ്ലേസ്മെന്റിനെ അഫക്ട് ചെയ്യുന്നു. അതുപോലെ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ, ആ തീറ്റയെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നു? വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് കുറച്ച് യൂണിറ്റ് നമുക്കറിയാം. വർക്കിന്റെ CGS യൂണിറ്റും ഉണ്ട്, SI യൂണിറ്റും ഉണ്ട്. വർക്കിന്റെ CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എർഗാണ്. അപ്പോൾ ഒരു എർഗിനെ നമുക്ക് ജൂളിലാക്കണം, അതായത് SI യൂണിറ്റിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എർഗ് എന്ന് പറഞ്ഞാൽ അത് 10⁻⁻7 ജൂളിന് ഈക്വൽ ആണ്. ഒരു എർഗ് എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്? 10⁻⁻7 ജൂളിന് ഈക്വൽ ആണ്. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലൊക്കെ ഇത് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തത് ഇലക്ട്രോൺ വോൾട്ടിലാണ് കിടക്കുന്നെങ്കിൽ, അത് എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ? 1.6 × 10⁻⁻19 ജൂളിന് ഈക്വൽ. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 ജൂളിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇനി വർക്ക് കലോറിയിലാണ് കിടക്കുന്ന എനർജി, അല്ലെങ്കിൽ വർക്ക് അത് കലോറിയിലാണ് കിടക്കുന്നെങ്കിൽ ഒരു കലോറി എന്ന് പറഞ്ഞാൽ അത് എന്താണ്? 4.2 ജൂൾ ആണ്. ഇപ്പൊ 2 കലോറി എന്ന് പറഞ്ഞാൽ അതിന് ജൂളിലോട്ട് ആക്കണമെങ്കിൽ 2 × 4.2 എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? ഈ 3 കാര്യങ്ങൾ, ഈ ഒരു കൺവേർഷൻ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. എർഗില തന്നെങ്കിൽ അതിനെ ജൂളിലോട്ട് മാറ്റണം. SI യൂണിറ്റിൽ ഇട്ടാണ് നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഇലക്ട്രോൺ വോൾട്ടിനെ തന്നാൽ ജൂളിലോട്ട് ആക്കാൻ 1.6 × 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കലോറിയിലാ തരുന്നെങ്കിൽ 4.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്ക് ഒക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് വർക്ക്. വർക്ക് എത്ര ടൈപ്സ് ഉണ്ടെന്ന് അറിയിക്കണം. എത്ര ടൈപ്സ് ഉണ്ടെന്ന് അറിയാവോ? പോസിറ്റീവ് വർക്ക് ഉണ്ട്, പിന്നെ നമുക്കുള്ളതാണ് നെഗറ്റീവ് വർക്ക് ഉണ്ട്, സീറോ വർക്ക് ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് വർക്കാണ് നമുക്കുള്ളത്. ഓക്കെ അല്ലെ? നമ്മൾ പഠിച്ച വർക്ക് ഈസ് ഈക്വൽ ടു FS cos θ എന്നുള്ള ഇക്വേഷനിലെ ആ തീറ്റയെ കണ്ടോ? ആ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയിലും താഴെയാണെങ്കിൽ, അതായത് തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി താഴെയാണെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ? അത് അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. അങ്ങനെ അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന വർക്ക് എല്ലാം എന്തായിരിക്കും മക്കളെ? പോസിറ്റീവ് വർക്ക് ആയിരിക്കും. എന്താ വർക്കായിരിക്കും? പോസിറ്റീവ് വർക്ക് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലെ? നമ്മൾ നോർമലി ഒരു ബ്ലോക്ക് തള്ളുന്നതായാലും ഒരു ആംഗിൾ, ഒരു അക്യൂട്ട് ആംഗിൾ തള്ളുന്നതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പോസിറ്റീവ് വർക്കാണ്. ക്ലിയർ അല്ലേ? ഇനി നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഈ തീറ്റ ഇല്ലേ, ആ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ 90 ഡിഗ്രിയേക്കാളും കൂടുതലാണെങ്കിൽ അപ്പൊ അവിടെ ഉണ്ടാവുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. എന്ത് വർക്കായിരിക്കും? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. അതിന് നമ്മൾ 2 എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണെന്നറിയാവോ? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ വഴി ഉണ്ടാവുന്ന വർക്ക് ഡണ്ണും, അതുപോലെ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന വർക്ക്. ഇത് രണ്ടും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഇപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെങ്കിൽ നോക്കിയടാ, ഈ ഒരു ബ്ലോക്ക്, ഇതൊരു സർഫസ്, ഞാൻ ഇങ്ങോട്ട് തള്ളുന്നു, ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുമല്ലോ. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? എപ്പോഴും ഈ ഡിസ്പ്ലേസ്മെന്റ് ഒപ്പോസ് ചെയ്തായിരിക്കും, ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഒപ്പോസ് ചെയ്തായിരിക്കും അല്ലെ? അതായത് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. അപ്പൊ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റ് ബോഡി പോയത് ഇങ്ങോട്ട്. അപ്പൊ അവര് തമ്മിലുള്ള ആംഗിൾ എത്ര വരും? 180 ഡിഗ്രി അല്ലേ? cos 180 എന്ന് പറഞ്ഞാൽ -1 അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന വർക്ക് ഡൺ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഈ കേസിലാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ഇക്വേഷൻ എന്ത് വരും? FS cos 180 വരും. cos 180 -1 ആണ്. അപ്പൊ -FS എന്ന് വരും. കണ്ടോ? ഇനി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ആണെങ്കിൽ അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം. ഇതൊരു കുട്ടി, ഓക്കെ അല്ലെ? ഈ കുട്ടി എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് ലിഫ്റ്റിൽ പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാ. പക്ഷെ ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആ ഒരു കുട്ടി എന്ത് ചെയ്യും? താഴോട്ട് വലിക്കത്തില്ലേ? താഴോട്ട് വലിക്കും. അപ്പൊ ഇവിടെ ഈ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഈ വർക്ക് ഡൺ, അതായത് ഈ ഗ്രാവിറ്റി ഇങ്ങോട്ടാ പുള്ളി ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടാ കൊടുക്കുന്നത്. അവര് തമ്മിലുള്ള തീറ്റ എത്രയാരും? 180 ഡിഗ്രി തന്നെ. അപ്പം ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ടുള്ള വർക്ക് ഡൺ ഇവിടെ എന്തായിരിക്കും മക്കളെ? വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലെ? അപ്പൊ വർക്ക് ഡൺ നെഗറ്റീവ് ആവുന്ന 2 കേസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാ? ഒന്ന് ഫ്രിക്ഷനും ഉണ്ട്, ഒന്ന് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. ഈ 2 കേസിനും വർക്ക് ഡൺ എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം, നെഗറ്റീവ് വർക്ക് ഡൺ എക്സാമ്പിൾ ആയിട്ട്. അല്ലാതെ നമുക്ക് പറയാം തീറ്റ 90 ഡിഗ്രിയേക്കാളും കൂടുതൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ ഒരു ഒബ്റ്റ്യൂസ് ആണെങ്കിൽ അത് ഉറപ്പായിട്ട് എന്തായിരിക്കും? അവിടുത്തെ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. നമ്മുടെ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ ഒരു അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് വർക്ക് ആയിരിക്കും. എനിക്ക് പറഞ്ഞുതരാം, എപ്പോഴായിരിക്കും സീറോ വർക്ക്
വർക്ക് വരുന്നത്? നമ്മുടെ ഇക്വേഷനിൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റയില് തീറ്റയുടെ വാല്യൂ എന്താവണം? 90 ആവണം. കാരണം കോസ് 90 ആണ് 0. അപ്പൊ തീറ്റയുടെ വാല്യൂ എന്താവണം? 90 ആയാൽ അവിടെ വർക്ക് ഡൺ എന്തായി പോകും മക്കളെ? 0 ആയി പോകും. അല്ലെങ്കിൽ അവിടെ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല, ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, അപ്പോഴും വർക്ക് ഡൺ 0 ആയിരിക്കും. അല്ലാതെ വർക്ക് ഡൺ 0 ആണെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ എന്ത് വരണം? 90 വരണം. അങ്ങനെയുള്ളൊരു കേസ് എപ്പോഴാണ് നമുക്ക് പറയാവോ? ഞാൻ പറഞ്ഞുതരാം. യൂണിഫോം സർക്കുലർ മോഷന്റെ കേസിൽ പറഞ്ഞുതരാം. ഇവിടെ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടാണ്? അതിനെ സെന്ററിലോട്ട് പിടിച്ച് വലിക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് ഫോഴ്സ് എപ്പോഴും സെന്റിപെറ്റൽ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? റേഡിയലി ഇൻവേർസ് ആയിരിക്കും. ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സർക്കിളിൽ കറങ്ങുന്ന ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഡിസ്പ്ലേസ്മെന്റിന്റെ നമുക്കറിയാം, അത് എപ്പോഴും ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. എങ്കിൽ പറഞ്ഞേ, ഇവർ രണ്ടുപേരും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ നമുക്കറിയാം. ഒരു സർക്കിളിൽ റേഡിയസും ടാൻജന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? 90 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഇവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 90 ആയിരിക്കും. കാരണം ഫോഴ്സ് റേഡിയലി ഇൻവേഴ്സ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ടാൻജന്റിന്റെ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്ത് വരും? എഫ് എസ് കോസ് 90 എന്ന് വരും. കോസ് 90 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ ഇവിടുത്തെ വർക്ക് ഡൺ എന്ത് വരും? 0 വരും. അതായത് യൂണിഫോം സർക്കുലർ മോഷനിൽ കറങ്ങുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വർക്ക് ഡൺ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ നമ്മൾ നോർമലി ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു സാധനം യൂണിഫോം സർക്കുലർ മോഷനിലിട്ട് കറക്കാൻ നോക്കിയാൽ അതിങ്ങനെ കറങ്ങി തന്നെ നിൽക്കോ? ഇല്ലാതെ ഇടയ്ക്ക് സ്റ്റോപ്പ് ആകത്തില്ല. കാരണം എന്താ? അവിടെ എന്തുണ്ട് മക്കളെ? എയർ റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എയറിന്റെ. അത് നിഗ്ലക്ട് ചെയ്താൽ, അത് ഇല്ലാത്ത കേസിലാണെങ്കിലാണ് നമ്മൾ ഇത് പറയുന്നത്. അവിടെ ആ ഒരു എയറിന്റെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ അത് എന്ത് ചെയ്യുന്നത്? സ്റ്റോപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരു എയർ റെസിസ്റ്റൻസ് ഇല്ല. ഇപ്പൊ സ്പേസിലൊക്കെ ആണെങ്കിൽ ആ ഒരു എയർ റെസിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഈ പ്ലാനറ്റ്സ് ആയാലും സാറ്റലൈറ്റ്സ് ആയാലും എപ്പോഴും എന്ത് ചെയ്യുന്നത്? ആ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് പറയാം, യൂണിഫോം സർക്കുലർ മോഷനില് എന്ത് 0 ആയിരിക്കും? ഇവിടെ വർക്ക് എന്ന് പറയുന്നത്, അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? അത് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലെ? പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, 0 വർക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു 2i + 3j ന്യൂട്ടൺ. ഫോഴ്സ് എത്ര തന്നിട്ടുണ്ട്? 2i + 3j ന്യൂട്ടൺ ആണ്. ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ സച്ച് ദാറ്റ് ഇറ്റ് ഡിസ്പ്ലേസസ് ഫ്രം A012 മീറ്റർ ടു പോയിന്റ് B 234 മീറ്റർ. അപ്പൊ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഡിസ്പ്ലേസ് ആയെന്നാ പറയുന്നത്. അപ്പൊ A എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് വെക്ടർ ആക്കി എഴുതി എങ്ങനെ എഴുതാം? I ക്യാപ്പ് ഇവിടെ ഇല്ല, 0i ആണ്. അപ്പൊ I എഴുതണമെന്നില്ല. പ്ലസ് I1j ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് വരും? നമുക്ക് 0 വെച്ച് എഴുതാം. 0i + j + 2k എന്ന് എഴുതിക്കൂടെ? ഇവിടെ ഐയും ജെയും കെയും ഇട്ട് കൊടുത്ത് അതിനൊന്ന് വെക്ടറിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇതാണ് A എന്ന് പറയുന്ന പോയിന്റിന്റെ വെക്ടർ ഫോർമാറ്റ്. അവിടെ നിന്ന് B വരെ ഡിസ്പ്ലേസ് ചെയ്തു എന്നാ പറയുന്നത് അല്ലെ? അപ്പൊ B എന്ന് പറയുന്നതിന്റെ വെക്ടർ ഫോർമാറ്റിൽ ഒന്ന് എഴുതിക്കേ. ഇവിടെ ഐക്ക് വരെ എക്സൈസിലുള്ള എന്താ? 2 ആണ്. അപ്പൊ 2i + 3j + 4k. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എസ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ? 2i ൽ നിന്ന് 0i പോയാൽ എത്ര കിട്ടും? 2i കിട്ടും. പ്ലസ് 3j - j എത്ര കിട്ടും? 2j കിട്ടും. പ്ലസ് 4k - 2k എത്ര കിട്ടോടാ? 2k കിട്ടും. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 2i + 2j + 2k ആണ്. ഫോഴ്സ് എത്രയാ മക്കളെ? 2i + 3j ആണ്. അപ്പൊ ഇവിടുത്തെ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഡോട്ട് എസ് ആണ് അല്ലെ? രണ്ടിന്റെ ഡോട്ട് പ്രോഡക്റ്റ് തമ്മിൽ എടുത്താൽ മതി. രണ്ടിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് I.I 1 ആണ്. അപ്പൊ 2 × 2 എന്ത് കിട്ടും? 4 കിട്ടും. ജെയുടെ തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 2 × 3 എത്ര കിട്ടും? +6 കിട്ടും. ഇവിടെ കേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 4 + 6 എത്ര കിട്ടും? 10 ജൂൾ എന്ന് കിട്ടും. എത്ര കിട്ടും? 10 ജൂൾ. അപ്പൊ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്രയാണ്? 10 ജൂൾ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ യൂണിഫോം ഫോഴ്സ് ഓഫ് 3i + j ന്യൂട്ടൺ ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് 2 കിലോഗ്രാം. അതായത് ഒരു ഫോഴ്സ്, യൂണിഫോം ഫോഴ്സ് ആണ് 3i + j ന്യൂട്ടൺ. അത് എന്ത് ചെയ്യുന്നു? 2 കിലോഗ്രാം മാസ് ഉള്ള ഒരു പാർട്ടിക്കിളിൽ എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. ദ പാർട്ടിക്കിൾ ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം പൊസിഷൻ. അത് ഡിസ്പ്ലേസ്മെന്റ് നടന്നു. ഇവിടുന്ന് എങ്ങോട്ടാ? 2i + k യിൽ അത് ഇരുന്നത്. ഈ ഒരു 2i + k എന്ന് പറയുന്ന പൊസിഷനിൽ അത് ഇരുന്നത്. ഇപ്പൊ അത് എങ്ങോട്ട് നീങ്ങിയടാ? ഇപ്പൊ അത് നീങ്ങി 4i + 3j - k ഈ ഒരു പൊസിഷനിലോട്ട് വന്നിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ ദിസ് പാർട്ടിക്കിൾസ്. അതായത് ഇവിടുത്തെ ആ ഒരു വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. 4i ന്ന് 2i പോയാൽ 2i + 3j ഇവിടെ ഒന്നും പോകാനില്ല. അപ്പൊ 3j - 0j വരും. അപ്പൊ എത്ര കിട്ടും? 3j തന്നെ കിട്ടും. പ്ലസ് -k വരും അല്ലെ? ഈ -k ന്ന് ഈ k കുറയ്ക്കണം. അപ്പൊ -k - k എന്ന് വരും. അത് എത്ര കിട്ടും? -2k.
അപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഫോഴ്സ് ഇവിടെ എത്ര മക്കളെ 3i + j ആണ്. ഇനി പറ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ F ഡോട്ട് എസ്, രണ്ടിനെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. i ഡോട്ട് i 1, അപ്പൊ ഇവര് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 2 × 3 എത്രയാ 6 പ്ലസ് 3 × j, വെറും j അല്ലേ, അതായത് 1j എന്നാണ്. അപ്പൊ 3 × 1 എത്ര 3 പ്ലസ് ഇവിടെ ഒന്നുമില്ല, അപ്പൊ -2 × 0 വരും, അത് 0 വരും. അപ്പൊ എത്ര കിട്ടും 6 + 3 = 9 ജൂൾ എന്ന് കിട്ടും. എത്ര കിട്ടും 9 ജൂൾ. അപ്പൊ ആൻസർ ഏതാടാ? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നമ്മൾ വർക്ക് ഡൺ ഇപ്പൊ പറഞ്ഞു, അതിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു FS cos θ അല്ലെങ്കിൽ F ഡോട്ട് എസ് എന്നൊരു ഇക്വേഷൻ പറഞ്ഞു. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ചെയ്തത്. അപ്പൊ നമ്മളിപ്പോ എന്ത് ക്ലിയർ ആയി? വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ് നമുക്ക് ഓക്കെ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫില് എക്സ് ആക്സിലും വൈ ആക്സിലുമായിട്ട് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കൊടുക്കുക. ഇത് ഫോഴ്സ്, ഇത് ഡിസ്പ്ലേസ്മെന്റ്. നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ എടുക്കുന്നതായിരിക്കും അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വേരിയബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെ വന്നേനെ അല്ലേ, കോൺസ്റ്റന്റ് ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് വന്നേനെ. ഇവിടെ ഇപ്പൊ വേരിയബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഗ്രാഫ് എങ്ങനെ ഇങ്ങനെ ടൈമിനനുസരിച്ച് ഫോഴ്സ് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാമോ? ഇതിനെ സെപ്പറേറ്റ് കുഞ്ഞു 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 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? ഒരു പാർട്ടിന്റെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ടൈം അനുസരിച്ച് എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഇതിൽ ഈ ഒരു പാർട്ട് എടുക്കുകയാണ്, ഈ ഒരു കുഞ്ഞു ഡിസ്പ്ലേസ്മെന്റിലുള്ള ഈ ഡെൽറ്റ എസിലുള്ള പാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? ഇവിടുത്തെ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും? അതിനെ ഇവിടെ 0 to, ഇതിപ്പോ എക്സ് ആണെങ്കിൽ 0 to x വരെ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യും. വർക്ക് ഈസ് ഈക്വൽ ടു 0 to x F dx എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേരിയബിൾ ഫോഴ്സിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്. ഒരു കുഞ്ഞി ഡിസ്പ്ലേസ്മെന്റിലുള്ള ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും? 0 to എത്ര വരെയുള്ളതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എത്ര മീറ്റർ വരെയുള്ളതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതുവരെ വെച്ച് എന്ത് ചെയ്യടാ? ഇന്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേരിയബിൾ ഫോഴ്സിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്. നമുക്കതൊരു ക്വസ്റ്റ്യൻ വെച്ച്, നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ഇട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാം. A force F is equal to 20 + 10y. ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട്, എത്രയാ? 20 + 10y ആണ്. Acts on a particle in y direction. അത് y ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, കണ്ടോ? 20 + 10y. F is in Newton and y in meter. Work done by this force to move the particle from y is equal to 0 to y is equal to 1 meter. അപ്പൊ നമുക്കറിയാം W is equal to എന്താണ്? ഇന്റഗ്രൽ F ds ആണ് അല്ലെ. ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ F ഇൻറ്റു ഇവിടെ y ഡയറക്ഷനിലല്ലേ പോകുന്നത്, അപ്പൊ dy എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി എവിടം തൊട്ട് എവിടം വരെയുള്ള വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കേണ്ട? y = 0 to y = 1 വരെയുള്ള. അപ്പൊ നമുക്ക് ഇവിടെ 0, 1 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോ ഇന്റഗ്രൽ 0 to 1 എഫിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എത്രയാ മക്കളെ? 20 + 10y × dy. ഓക്കെ അല്ലേടാ? ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ, മതി. അപ്പൊ പറഞ്ഞു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20y എന്ന് കിട്ടും. 10y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 10 കിട്ടും. y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? y²/2 എന്ന് കിട്ടും. അപ്പൊ 10y²/2 നമുക്ക് ഇന്റഗ്രേഷൻ ഒക്കെ അറിയാം. ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇട്ട് കൊടുക്കാം, 0, 1. ഇനി നമ്മൾ എങ്ങനെ ചെയ്യും? ഇനി നമ്മൾ വർക്ക് ഈസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കണം. എന്ത് കിട്ടും? 20 × 1 + 10 × 1² അല്ലെ, അതായത് 10 × 1/2 10/2 എന്ന് കിട്ടും. പ്ലസ് അല്ല മൈനസ് എന്ത് വരും? ഇനി 0 ഇട്ട് കൊടുക്കണം. 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 0 ഇടും, ഇവിടെ 0 ഇടും, അതെന്ത് 2 0 ആയി പോകും. അപ്പൊ 0 ഈസ് ഈക്വൽ ടു 20 + 10/2 എത്ര കിട്ടും? 20 + 5 എന്ന് കിട്ടും. അത് എത്ര കിട്ടും മക്കളെ? 25 ജൂൾ എന്ന് കിട്ടും. 25 ജൂൾ വർക്ക് അല്ലേ, അപ്പൊ എത്ര കിട്ടി? 25 ജൂൾ. അപ്പൊ ആൻസർ എത്ര കിട്ടി? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി വേരീസ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ് x ആർ. ഇവിടെ ഫോഴ്സ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ഡയറക്ഷനിലാണ്. ആ ഫോഴ്സ് എത്ര തന്നിട്ടുണ്ട്? വേരി ചെയ്യുന്ന ഫോഴ്സ്, വേരിയബിൾ ഫോഴ്സ് ax - bx² ആണ് തന്നിട്ടുണ്ട്. അവിടെ a എന്ന് പറയുന്ന 1 Nm/m ആണെന്നും b എന്ന് പറയുന്നത് 1 Nm/m² ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് വാല്യൂ ഇട്ട് കൊടുക്കാം. a 1 ഇട്ടും b 1 ഇട്ടും. അപ്പൊ എന്ത് കിട്ടും? x - x² എന്ന് കിട്ടും. ഇത് വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഫോർ ദ ഫസ്റ്റ് 1 meter is. ഫസ്റ്റ് 1 മീറ്ററിന് എടുത്ത വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ഇന്റഗ്രൽ F dx എന്ന് കിട്ടും. എവിടെ തൊട്ട് എവിടെ വരെയുള്ള? ഫസ്റ്റ് 1 മീറ്റർ എന്ന് പറയുമ്പോൾ 0 to 1 വരെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1. എഫിന് വരെ എന്തിട്ട് കൊടുക്കാം? x - x² dx എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x² എന്ന് കിട്ടും. -x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? -x³/3 എന്ന് കിട്ടും. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 കിട്ടും. അപ്പൊ നമുക്കൊരു 2 ഇട്ട് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എടുക്കണം, 0, 1. അപ്പൊ എന്ത് കിട്ടും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ 1 അപ്പർ ലിമിറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും? 1²/2 - 1³/3, അതായത് 1/2 - 1/3 എന്ന് കിട്ടും.
മൈനസ് ഇനി എന്ത് ചെയ്യണം ലോവർ ലിമിറ്റ് ഇടണം. അപ്പൊ 0/2 മൈനസ് 0/3 അത് എന്ത് കിട്ടും 0 തന്നെ കിട്ടും. ഇനി പറ 1/2 മൈനസ് 1/3 എത്ര കിട്ടും 3 മൈനസ് 2 എത്ര 1/2 into 3 എത്ര കിട്ടും 1/6. അപ്പൊ വർക്ക് ഡൺ എത്ര കിട്ടിയടാ 1/6 ജൂൾ എന്ന് കിട്ടും. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം. ഈ പൊസിഷൻ ഡിപെൻഡന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. F is equal to 5 minus 2x plus 3x square plus 4x cube. ഇതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. acts on a small body of mass 2 kilogram. അത് ആക്ട് ചെയ്യുന്ന ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട് 2 കിലോഗ്രാം. ആൻഡ് ഇറ്റ് ഡിസ്പ്ലേസ്മെന്റ് നടന്നത് എവിടെ നിന്ന് എങ്ങോട്ടാ 0 to 4 മീറ്ററിലാണ് എങ്കിൽ വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡി എക്സ് ആണ്. എക്സ് എക്സിലല്ലേ എന്ത് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. അപ്പൊ എഫ് ഡി എക്സ് ആണ്. ഇവിടെ എവിടെ തൊട്ട് എവിടെ വരിക 0 to 4 വരെ അല്ലല്ലോ. അപ്പൊ നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ടെടുത്തു 0 to 4 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 4 ഫോഴ്സിന് പകരം എന്തിട്ട് കൊടുക്കാം 5 മൈനസ് 2x plus 3x square plus 4x cube into dx is equal to ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. 5നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 5x എന്ന് കിട്ടും. മൈനസ് 2x-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 into x square by 2 പ്ലസ് 3 into x square-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 3x cube by 3 എന്ന് കിട്ടും. പ്ലസ് 4 into x cube-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും x raised to 4 by 4. ഓക്കെ അല്ലേ? ഇതാണ് ഇന്റഗ്രേഷൻ വഴി നമുക്ക് കിട്ടിയത്. ഇതിനെ എവിടം തൊട്ട് എവിടം വരെ നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കണ്ടേ 0 to 4. ഓക്കെ അല്ലേ? ഓക്കെ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം വർക്ക് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് 2ഉം 2ഉം വെട്ടിപ്പോവും 3ഉം 3ഉം വെട്ടിപ്പോവും 4ഉം 4ഉം വെട്ടിപ്പോവും. അപ്പൊ എന്ത് കിട്ടാം 5x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ് ടു 4. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്താൽ 0 to 4. ഇനി നമ്മൾ എന്ത് ചെയ്യും വാല്യൂ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതായത് അപ്പർ ലിമിറ്റ് എക്സിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് കിട്ടാം 5 into 4 20 മൈനസ് 4ന്റെ സ്ക്വയർ 16 പ്ലസ് 4ന്റെ ക്യൂബ് 64 പ്ലസ് 4 റൈസ് ടു 4 എത്രയാ 256 മൈനസ് ഇനി ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ എല്ലാ എക്സ് ഉണ്ടല്ലേ. അപ്പൊ എല്ലായിടത്തും എന്ത് 0 0 0 0 എന്ന് വരും. അപ്പൊ മൈനസ് 0 ഈസ് ഈക്വൽ ടു 20 മൈനസ് 16 എത്ര ഇട്ടാ 4 കിട്ടും. 4 പ്ലസ് 64 എത്ര ഇട്ടാ 68 കിട്ടും. അപ്പൊ 68 പ്ലസ് 256 എന്ന് വരും. ഓക്കെ അല്ലേ? മൈനസ് 0 68 പ്ലസ് 256 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും അറൌണ്ട് 324 എന്ന് കിട്ടും. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്ര കിട്ടി 324 ജൂൾ എന്ന് കിട്ടി. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സും പറഞ്ഞു വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സും പറഞ്ഞു അതിന്റെ ക്വസ്റ്റ്യൻസും ചെയ്തു. നമ്മുടെ ഒരു ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞെന്ന് പറയാം. ഇനി നമ്മൾ എന്തിലോട്ടാ പോകുന്നത് വർക്ക് എനർജി തിയറത്തിലോട്ടാ പോകുന്നത്. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് വർക്ക് എനർജി തിയറം നമുക്ക് നോക്കാം. വർക്ക് എനർജി തിയറത്തിൽ നമ്മൾ വർക്ക് കണ്ടുപിടിക്കുന്നത് തന്നെ പറയുന്നത് വർക്കും എനർജിയും തമ്മിലുള്ള റിലേഷൻ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. എന്താ വർക്ക് എനർജി തിയറം നമുക്ക് സിംപ്ലി പറയാമെന്ന് എങ്ങനെയാണെന്ന് അറിയാമോ? നെറ്റ് വർക്ക് ഡൺ, ഒരു സ്ഥലത്ത് നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണെന്നാണ് വർക്ക് എനർജി തിയറം വഴി പറയുന്നത്. നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എപ്പോഴാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വർക്ക് കണ്ടുപിടിക്കുന്നത്? നമ്മളിപ്പോ ഓൾറെഡി വർക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ഇക്വേഷൻ പഠിച്ചെന്നല്ലേ. അതായത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ എഫ് എസ് കോസ് തീറ്റ എടുത്താൽ മതി. അതല്ല വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇൻകേസ് നമുക്ക് ക്വസ്റ്റ്യനില് ഇപ്പോ എക്സ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ടൈം റിലേഷൻ ഒക്കെ തരുന്നത് എക്സ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 4 എന്നോ അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 2t സ്ക്വയർ പ്ലസ് 3t പ്ലസ് 5 എന്നോ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒരു എക്സ്പ്രഷൻ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റിന്റെ ടേംസിലോ അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ടേംസിലോ രണ്ട് ഇതിലും തരാം. ഒന്നെങ്കിൽ നമുക്ക് പൊസിഷൻ ടൈം റിലേഷൻഷിപ്പ് തരും, അല്ലെങ്കിൽ നമുക്ക് വെലോസിറ്റി ടൈം റിലേഷൻഷിപ്പ് തരും. വെലോസിറ്റി ടൈം റിലേഷനോ അല്ലെങ്കിൽ പൊസിഷൻ ടൈം റിലേഷനോ ഇതിൽ ഏതെങ്കിലും തന്നിട്ട് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നെങ്കിൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മക്കളെ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് എനർജി തിയറം വെച്ച് നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ചേഞ്ചിങ് കൈനറ്റിക് എനർജിക്ക് ഈക്വലാണ്. ഇവിടെ നമുക്ക് എന്താ പറയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താടാ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ആണ്. ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു ഹാഫ് എം ഫൈനൽ വെലോസിറ്റി വി ആയിട്ട് എടുക്കുക. അപ്പൊ ഹാഫ് എം വി സ്ക്വയർ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. അപ്പൊ ഹാഫ് എം യു സ്ക്വയർ. ഇവിടെ നമുക്ക് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് കിട്ടും. കണ്ടോ? ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. W ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. വർക്ക് എനർജി തിയറം അല്ലെങ്കിൽ വർക്കിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ നമുക്ക് രണ്ട് കേസ് പൊസിഷൻ ടൈം തരാം വെലോസിറ്റി ടൈം തരാൻ തന്നെ. ഇപ്പൊ നമുക്ക് തരുക എക്സ് ഈസ് ഈക്വൽ ടു
ടി ക്യൂബ് പ്ലസ് ടി സ്ക്വയർ എന്നുള്ളൊരു ഇക്വേഷൻ തന്നു. എന്നിട്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാവോടാ? എക്സിന്റെ നമ്മൾ ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് വെലോസിറ്റി ഇവിടുന്ന് കണ്ടുപിടിക്കണം. അപ്പൊ വെലോസിറ്റി ഇവിടുന്ന് എത്ര കിട്ടും? 3t² പ്ലസ് 2t എന്ന് കിട്ടും. കിട്ടത്തില്ലേ? ഇനി അവർ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും എത്ര ടൈം തൊട്ട് എത്ര ടൈം വരെ ഉള്ളത്, ഇനിഷ്യൽ ടൈമും അതുപോലെ ഫൈനൽ ടൈമും തന്നിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയും കണ്ടുപിടിക്കും. അവിടെ നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് വർക്ക് ഡൺ കിട്ടും. ഇനി ചില കേസിൽ വെലോസിറ്റി ടൈം ആയിരിക്കും തന്നിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയും കണ്ടുപിടിച്ചാൽ മതി. അതായത് ഇപ്പൊ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 3x² പ്ലസ് 2 എന്ന് നമുക്ക് തന്നേക്കുക. അപ്പൊ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഫൈനൽ പൊസിഷൻ എവിടാന്ന് തരും, ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇനിഷ്യൽ പൊസിഷൻ എവിടാന്ന് തരും. അതായത് ഇപ്പൊ 0 to 3 മീറ്റർ വരെ ഉള്ളതാ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എക്സിന് 0 ഇട്ട് കൊടുക്കാം, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എക്സിന് 3 ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് രണ്ടും കിട്ടും. അപ്പോഴും നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് എന്ത് കണ്ടുപിടിക്കണം? വർക്ക് ഡൺ കണ്ടുപിടിക്കും. അപ്പൊ ഇത് രണ്ട് കാര്യം ഓർക്കണം. ഒരു പൊസിഷൻ ടൈം റിലേഷൻ അല്ലെങ്കിൽ ഒരു വെലോസിറ്റി ടൈം റിലേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷനാ തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ വെച്ചാണ് ചെയ്യേണ്ടത്? നമ്മുടെ വർക്ക് എനർജി തീരം വെച്ചാണ് നമ്മൾ വർക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വർക്ക് എനർജി തീരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇവിടെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. രണ്ട് മോഡലിലുള്ള ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഫോഴ്സ് ആക്ട്സ് ഓൺ എ 4 kilogram ഒബ്ജക്ട് സോ ദാറ്റ് ഇറ്റ്സ് പൊസിഷൻ ഈസ് ഗിവൺ ആസ് ഫംഗ്ഷൻ ഓഫ് ടൈം. അതായത് പൊസിഷനും ടൈമും തമ്മിലുള്ള റിലേഷനാ തന്നിട്ടുള്ളത്. എന്തോ റിലേഷൻ? എക്സ് ഈസ് ഈക്വൽ ടു 2t² പ്ലസ് 5. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഇൻ ഫസ്റ്റ് 4 സെക്കൻഡ്? കണ്ടോ, ആദ്യത്തെ 4 സെക്കൻഡിലുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ ആദ്യം പൊസിഷൻ ടൈം റിലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അതിന്റെ വെലോസിറ്റിയിലാക്കണം, വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുന്ന് വെലോസിറ്റി എടുക്കുക, എന്ത് ചെയ്താൽ മതി? ഇതിനെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പൊ dx/dt v is equal to t² പ്ലസ് 5. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 2 into t²ന്റെ ഡെറിവേറ്റീവ് എന്ന് 2t ആണ്. അപ്പൊ 4t പ്ലസ് 5 എന്താ ഇപ്പൊ 0 ഇപ്പൊ എന്ത് കിട്ടും? 4t എന്ന് കിട്ടും ഡെറിവേറ്റീവ്. അപ്പൊ v is equal to എന്ത് കിട്ടി? 4t എന്ന് കിട്ടി. ഇനി ആദ്യത്തെ 4 സെക്കൻഡിനുള്ളിൽ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഫസ്റ്റ് സെക്കൻഡ്, അതായത് ആദ്യത്തെ 4 എന്ന് പറയുമ്പോൾ ടൈം എത്ര? ആദ്യം നമുക്ക് 0 കണ്ടുപിടിക്കണം. t is equal to 0 ആകുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ആവും. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ഇവിടെ നിന്ന് എന്തിട്ട്? 4 into 0 0 തന്നെ കിട്ടും. ഇനി ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ടിക്ക് എന്തിട്ട് കൊടുക്കണം? 4 ഇട്ട് കൊടുക്കണം. കാരണം ആദ്യത്തെ 4 സെക്കൻഡ് അല്ലേ, അപ്പൊ 0 മുതൽ 4 വരെ. അപ്പൊ t ഈക്വൽ ടു 4 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? v വെലോസിറ്റിക്ക് എന്താ ടൈമിന് 4 ഇട്ട് കൊടുക്കുമ്പോൾ വെലോസിറ്റി കിട്ടും. v ഫൈനൽ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4 into 4 എത്ര കിട്ടും? 16 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റിയും കിട്ടി, ഫൈനൽ വെലോസിറ്റിയും കിട്ടി. നോക്കി ഒന്നുകൂടെ നോക്കിയടാ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 2t² പ്ലസ് 5. അവിടെ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ടൈം തന്നിട്ടുള്ളത്, നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ v ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് ഇടുമ്പോൾ 4t എന്ന് കിട്ടും. ആദ്യത്തെ 4 സെക്കൻഡിലെ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കേണ്ട. അപ്പൊ ആദ്യം നമ്മൾ ടൈമിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 കിട്ടി. ടൈം 4 സെക്കൻഡിലാകുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കും. അത് എത്ര കിട്ടി? 4 into 4 16 എന്ന് കിട്ടി. ഇനി നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്ത് ഇക്വേഷൻ? ½ m into v² മൈനസ് u² ആണ് അല്ലെ. അപ്പൊ ½ into m എത്ര തന്നിട്ടുണ്ട്? മാസ് 4 ആണ്. ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എത്രയാ? 16. 16ന്റെ സ്ക്വയർ മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 0, അപ്പൊ 0യുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ 2ഉം 4ഉം ഇട്ട് ഇവിടെ 2 ഇട്ട് 2 into 16 into 16 എന്ന് പറഞ്ഞാൽ 256 ആണ്. ഈസ് ഈക്വൽ ടു എത്ര ഇട്ടോടാ? 512 ജൂൾ എന്ന് കിട്ടും. 512 ജൂൾ എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇപ്പൊ നമ്മൾ കണ്ട എന്തായിരുന്നു? പൊസിഷനും ടൈമും തമ്മിലുള്ള റിലേഷൻ തന്നിട്ട് വർക്ക് എനർജി തിയറി ഉപയോഗിച്ച് നമ്മൾ ചെയ്തതാ വർക്ക്. ഇവിടെ നോക്കിയേ, ബോഡി ഓഫ് മാസ് 0.5 കിലോഗ്രാം. മാസ് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. എത്രയാ മക്കളെ? 0.5 കിലോഗ്രാം ആണ്. ട്രാവൽ ഓൺ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് വിത്ത് വെലോസിറ്റി. ഇവിടെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ആ തന്നിട്ടുള്ളത് അല്ലെ. v is equal to 3x² plus 4 എന്ന് തന്നിട്ടുണ്ട്. The net work done by the force during its displacement from x is equal to 0 to x is equal to 2 meters. കണ്ടോ, ഇവിടെ വെലോസിറ്റിയും അതായത് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് 0യിൽ നിന്ന് 2 മീറ്റർ ആവുകയാണെങ്കിലുള്ള വർക്ക് ഡൺ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണോടാ? ആദ്യം നമ്മൾ 0 ആകുമ്പോൾ അതല്ലേ ഇനിഷ്യൽ വെലോസിറ്റി. അപ്പൊ v ഇനിഷ്യൽ കണ്ടുപിടിക്കണം. അപ്പൊ എന്തായിരിക്കും? എക്സിന്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കണം. അപ്പൊ vi ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 3 into 0, അത് 0 ഇപ്പൊ പ്ലസ് 4. അപ്പൊ vi ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇനി ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സിന് എത്ര ഇട്ട് കൊടുക്കണം? 2 അല്ലേ. അപ്പൊ x ഈസ് ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കണം. അപ്പൊ v ഫൈനൽ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3 into 2 സ്ക്വയർ, അതായത് 3 into 4 12 പ്ലസ് 4 എത്ര ഇട്ടോടാ? 16 എന്ന് കിട്ടും. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റിയും കിട്ടി, ഫൈനൽ വെലോസിറ്റിയും കിട്ടി. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് ഒന്നും ഇട്ട് കൊടുക്കാം, കണ്ടുപിടിക്കേണ്ട, ജസ്റ്റ് ആ വെലോസിറ്റി ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇവിടുന്ന് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ½ m into
വി ഫൈനൽ സ്ക്വയർ മൈനസ് വി ഇനിഷ്യൽ സ്ക്വയർ ആണല്ലേ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം എത്രയാ മക്കളെ 0.5 അല്ലേ. 0.5 ഇൻറ്റു വി ഫൈനൽ എത്രയാ 16. 16ന്റെ സ്ക്വയർ മൈനസ് വി ഇനിഷ്യൽ എത്രയാ 4. അപ്പൊ 4ന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 0.5 ഇൻറ്റു 16ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 256 ആണ്. 256ന്ന് എത്ര പോണം 60 പോണം. അപ്പൊ എത്ര കിട്ടാം ഹാഫ് ഇൻറ്റു 0.5നെ നമുക്ക് ഹാഫ് എന്ന് എഴുതാം. ഹാഫ് ഇൻറ്റു 256 60 പോയാൽ എത്ര കിട്ടൂടാ 240 കിട്ടും. ഇവിടുന്ന് ഈ 2ഉം 240 വെട്ടിയാൽ നമുക്ക് 120 കിട്ടും. 2ഉം 120 വെട്ടിയാൽ നമുക്ക് 60 കിട്ടും. അപ്പൊ എത്ര കിട്ടൂടെ ആൻസർ 16 ജൂൾ എന്ന് കിട്ടും. എത്ര കിട്ടും 16 ജൂൾ എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏത് വരും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ. അപ്പൊ രണ്ട് മോഡലും നമ്മൾ ചെയ്തു. നമ്മൾ വർക്ക് എനർജി തിയറത്തിൽ നമ്മൾ പറഞ്ഞത് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. ഇവിടുന്ന് രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെ തരാം നമുക്ക് പൊസിഷനും അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ തരാം ഇതുപോലെ, എന്നിട്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഡെറിവേറ്റീവ് എടുക്കണം. വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഡെറിവേറ്റീവ് എടുത്ത് നമ്മൾ വി ഈസിക്കൽ ടു വെലോസിറ്റിയുടെ ഒരു ടേമിൽ എത്തിയിട്ട് ടൈമിന് എന്ത് ഇട്ട് കൊടുക്കും 0. അതായത് ആദ്യത്തെ 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടൈം 0യും പിന്നെ 4ഉം ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടും ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കിട്ടും. അത് നമ്മൾ കൊണ്ട് എന്ത് ചെയ്യും വർക്ക് എനർജി തിയറത്തിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വർക്ക് ഡൺ കിട്ടും. ഇനി അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക വർക്ക് എനർജി തിയറത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് നമ്മളുടെ റിലേഷൻ തന്നെ അങ്ങ് തരും. അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് ഒന്നും എടുക്കണ്ട, കാരണം വെലോസിറ്റിയാണ് നമുക്ക് തരുന്നത്. അപ്പൊ എന്തിട്ട് കൊടുക്കുക ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തന്നിട്ടുണ്ടെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ വി ഫൈനലും വി ഇനിഷ്യലും കിട്ടും. അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് എന്ത് കണ്ടുപിടിക്കണം വർക്ക് ഡൺ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ജെയ്ക്കൊക്കെ ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഒരു ടോപ്പിക്കാണ് വർക്ക് ഡൺ ഇൻ പുള്ളിംഗ് ദ ചെയിൻ. ഇത്രയുള്ള ഒരു മേശയുണ്ട്. ഒരു മേശയുടെ മുകളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ചെയിൻ ഇട്ടിട്ടുണ്ട്. ആ ചെയിനിന്റെ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ എം ആണ്. എം മാസ് ഉള്ള ഒരു ചെയിൻ ആണ് ഞാൻ ആ ഹൊറിസോണ്ടൽ ടേബിളിൽ എന്ത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഈ ചെയിൻ എന്ത് ചെയ്തെന്നറിയാവോ ഇങ്ങനെ നീങ്ങി 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 ഇങ്ങനെ വന്ന് കിടക്കുക. അതിന്റെ കുറച്ച് പോർഷൻ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുക. എനിക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന ഈ പോർഷൻ എന്ത് ചെയ്യണം വലിച്ചു മുകളിലോട്ട് കയറ്റണം. അങ്ങനെ ഞാൻ വലിച്ചു മുകളിലോട്ട് കയറ്റണമെങ്കിൽ ഞാൻ അവിടെ എന്ത് കൊടുക്കണം ഒരു വർക്ക് ചെയ്യേണ്ട. ഒരു വർക്ക് ചെയ്താൽ മാത്രമേ ആ ചെയിൻ എന്ത് ചെയ്യൂ എനിക്ക് പുള്ള് ചെയ്ത് മുകളിൽ എത്തിക്കാൻ പറ്റും. ആ വർക്ക് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പോ അവിടെ അവർ പറയും ഇതിന്റെ അതായത് എല്ലാണ് ഈ ഒരു ചെയിനിന്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ചെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാണ് തരും. അതിന്റെ 1/n പാർട്ട്, അതായത് ഇപ്പൊ എൽ ലെങ്ത് ഉള്ള ചെയിന്റെ 1/n പാർട്ടാണ് ഹാങ് ചെയ്ത് കിടക്കുള്ളൂ. ഇപ്പൊ നമുക്ക് പറയാം 20 മീറ്റർ ആണ് ചെയിനിന്റെ ലെങ്ത് എന്ന് പറയാം. അതിന്റെ 20 മീറ്ററിന്റെ കാൽ ഭാഗമാണ് അവിടെ എന്ത് ചെയ്യുന്നത് തൂങ്ങി കിടക്കുന്നത്. അതായത് അവിടെ എന്താണ് 1/4 പാർട്ടാണ് തൂങ്ങി കിടക്കുന്നത്, അതായത് 20ന്റെ കാൽ പാർട്ട്. അപ്പൊ L/n പാർട്ടാണ് തൂങ്ങി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് വർക്കിന്റെ ഇക്വേഷൻ പറയാടാ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു mgl ഡിവൈഡഡ് ബൈ 2n സ്ക്വയർ. mgl ഡിവൈഡഡ് ബൈ 2n സ്ക്വയർ. ഈ എന്നിന് മാത്രമേ സ്ക്വയർ ഉള്ളേ 2n സ്ക്വയർ. ഇതാണ് നമ്മുടെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ചെയിൻ ആണ്. ജി എന്ന് പറഞ്ഞാൽ എന്താ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ചെയിൻ ആണ്. 2 × n സ്ക്വയർ. n എന്ന് പറഞ്ഞാൽ എന്താടാ എത്ര പാർട്ടാണ്, അതായത് 1/n പാർട്ടാണ് ഹാങ് ചെയ്ത് കിടക്കുന്നത്. അതിന്റെ അകത്ത് ആ എന്നിന്റെ വാല്യൂ ആണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തിനാണ് ഒരു ചെയിൻ പുള്ളി ചെയ്ത് വലിച്ചു കയറ്റാൻ. ഇപ്പൊ തന്നെ ആ ഇക്വേഷൻ 2 വട്ടം പറയണം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു mgl ബൈ 2n സ്ക്വയർ. അവിടെ n എന്ന് പറയുന്നത് എന്താണ് എത്ര പാർട്ടാണോ ഹാങ് ചെയ്ത് കിടക്കുന്നത് 1/n പാർട്ടാണ് ഹാങ് ചെയ്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ആ എന്നിന്റെ വാല്യൂ ആണ് ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. A uniform cable of mass m and length L is placed on a horizontal surface such that its 1/3 part is hanging below the edge of the surface. To lift the hanging part of the cable up to the surface, the work done should be. ഇവിടെ പറഞ്ഞിട്ടുണ്ട് m മാസ് ഉണ്ട് L ലെങ്ത് ഉള്ള ഒരു ചെയിൻ ആണ്. അതിന്റെ 1/3 പാർട്ട് ആണ് എന്ത് ചെയ്യുന്നത് തൂങ്ങി കിടക്കുന്നത്. അപ്പൊ ഇവിടെ 1/n പാർട്ട് എന്ന് പറയുന്നതിന് പകരം 1/3 പാർട്ട് എന്നാ പറഞ്ഞുള്ളൂ. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാ മക്കളെ 3 ആണ്. നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇങ്ങനെയാണ് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. എന്നിന് 1/3 ഇട്ട് കൊടുക്കല്ലേ. 1/n പാർട്ട് ഹാങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ എന്നിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 1/n ഇക്വേറ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാണ് 3 ആണ്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ പുൾ ഔട്ട് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ എന്താ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു mgl ബൈ 2n സ്ക്വയർ. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പൊ എന്ത് വരുവാടാ mgl ബൈ 2 ഇൻറ്റു എന്നിന്റെ വാല്യൂ ഇവിടെ എത്രയാണ് 3 അല്ലേ. അപ്പൊ 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു mgl ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 അല്ലേ. അതായത് mgl ബൈ 18 എന്ന് കിട്ടും. mgl ബൈ 18. അപ്പൊ ആൻസർ ഏത് വരും ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ വർക്ക് എനർജി തിയറം പറഞ്ഞു. അവിടെ നമുക്കൊരു ചെയിൻ പുള്ള് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ, ആ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക mgl ബൈ 2n സ്ക്വയർ.
ക്ലിയർ അല്ലേ? ജസ്റ്റ് ഇതിങ്ങനെ റിവൈസ് ചെയ്ത് തന്നെ പോകണം കേട്ടോ. കാരണം നമ്മളിപ്പോ എന്താ ലാസ്റ്റ് ഒരു ലാപ്പിലാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്റർ ഇങ്ങനെ ഇത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊക്കെ നോക്കണം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. അതിന്റെ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിലാണ് ആ ഇക്വേഷൻ, വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പൊ വർക്കും ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫ് തന്നിട്ടുണ്ട്. അത് ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പറയാട്ടോ. ഇപ്പൊ വർക്കും ഫോഴ്സും തമ്മിലുള്ള ഗ്രാഫ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇതാണ് ഒരു ഗ്രാഫ് എന്നിരിക്കട്ടെ. ഇവിടുന്ന് എന്നോട് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്കും ഫോഴ്സിലെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫ് തന്നിട്ട് ഇവിടുന്ന് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു ക്വസ്റ്റ്യനാണ്. ഇവിടുന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇവിടെ വേരിയബിൾ ഫോഴ്സ് ആണല്ലേ. ഇവിടുന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ? ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണോടാ? വർക്ക് എന്ന് പറയുന്ന ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി അല്ലേ. അപ്പൊ ഇവിടുത്തെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ താഴത്തെ ഏരിയ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? കുറച്ച് കളയണം. അത് നോട്ട് ചെയ്യണം കേട്ടോ. അതായത് ഈ മുകളിലത്തെ ഏരിയ കണ്ടുപിടിക്കണം, എന്നിട്ട് താഴെ എത്രയാണോ ഏരിയ കിട്ടുന്നത് അത് കുറയ്ക്കണം. ഇപ്പൊ ഈ മുകളിലത്തെ ഏരിയ എനിക്കൊരു 80 എന്ന് കിട്ടും, 80. താഴത്തെ ഏരിയ 10 എന്ന് കിട്ടി. ഇവിടുത്തെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താവും? 18 - 10 = 17 ജൂൾ ആയിരിക്കും നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു കൺസെപ്റ്റൂടെ ഓർത്തിരിക്കുക. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഉണ്ടെങ്കിൽ അവരുടെ ഏരിയ കിട്ടുന്നത് വർക്ക് ഡൺ ആയിരിക്കും. പിന്നെ നമ്മൾ നേരെ വർക്ക് എനർജി തിയറത്തിലോട്ട് പോയി. വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അവിടുത്തെ നെറ്റ് വർക്ക് ഡൺ ഈക്വൽ ആയിരിക്കും. അവിടെ നമ്മൾ പുള്ളിംഗ് ദ ചെയിൻ ഒരു ഇക്വേഷൻ പറഞ്ഞ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു mgl/2n². ഇനി എപ്പോഴാണ് വർക്ക് എനർജി തിയറം യൂസ് ചെയ്യുന്നത്? എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് എന്താ ഡയറക്റ്റ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് തരാതെ ഇപ്പൊ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിച്ച് വർക്ക് എനർജി തിയറത്തിന് വഴി കണ്ടുപിടിക്കാം. അതല്ല നമുക്ക് പൊസിഷനും ടൈമും തമ്മിലുള്ള റിലേഷൻ വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൊസിഷന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് വെലോസിറ്റി ഇട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റിയും കണ്ടുപിടിച്ച് വർക്ക് എനർജി തിയറം വെച്ച് കണ്ടുപിടിക്കും. ഓക്കെ അല്ലേടാ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ എന്തിലോട്ടാ പോകുന്നതെന്ന് അറിയാമോ? കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ കൺസർവേറ്റീവും നോൺ കൺസർവേറ്റീവ് ഫോഴ്സിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. എന്താ മക്കളെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഒരു ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് പോകുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫോഴ്സുകളെ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഇഫ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്, അത് അതിന്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന്. ഓക്കെ അല്ലേ? അതായത് എനിക്ക് എയിൽ നിന്ന് ബി വരെ, എയിൽ നിന്ന് ഇത് ബി വരെ, ഇവിടുന്ന് 3 പാത്ത് വഴി പോവാം. ഇങ്ങനെ പോവാം, ഡയറക്റ്റ് ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം. ഇതിപ്പോ പോകുന്നത് 1, ഇത് 2, ഇത് 3. ഇങ്ങനെ ഈ 3 പാത്തിൽ കൂടെ എനിക്ക് പോവാം. ഈ 3 പാത്തിൽ കൂടെ പോയാലും കിട്ടുന്ന ഫോഴ്സ് സെയിം ആണെങ്കിൽ ഇറ്റ്സ് കാൾഡ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ അല്ലേ? അതായത് ഇതിൽ 3 കൂടെ ഉള്ള വർക്ക് ഡൺ എടുക്കുമ്പോൾ, ഫോഴ്സിന്റെ വർക്ക് ഡൺ എടുക്കുമ്പോൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. വർക്ക് ഡൺ ബൈ 1 = വർക്ക് ഡൺ ബൈ 2 = വർക്ക് ഡൺ ബൈ 3. കാരണം എന്താ? അത് പാത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എങ്കിൽ നമുക്ക് പറയാം അവരെന്ത് ഫോഴ്സിന് എക്സാമ്പിൾ ആണെന്ന്? കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. നമ്മുടെ ചുറ്റുമുള്ളിൽ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആരെ പറയാടാ? നമുക്കറിയാം നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഇവരൊക്കെ എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സുകളാണ്. ഇവരാരും ആരും ഡിപ്പെൻഡ് ചെയ്യില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷെ അതിന്റെ ഒരു എക്സെപ്ഷൻ ആണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരുടെ ഉള്ളിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ചിന്ത വന്നാണ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവും അല്ല, നോൺ കൺസർവേറ്റീവ് അല്ല, അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഏതൊക്കെ പറയാം? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയാം, അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറയാം, സ്പ്രിംഗ് ഫോഴ്സ് പറയാം. ഇവരാരും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ലടാ? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. Okay, forces for which work done is the path independent and depends only upon final and initial positions are called എന്ത് മക്കളെ? കൺസർവേറ്റീവ് ഫോഴ്സസ്. ഇവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് എടുക്കുകയാണെങ്കിൽ അവിടെ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്ത് എടുക്കുകയാണെങ്കിൽ അവിടെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എന്താണ്? സെയിം ആണ്. അപ്പൊ അവിടുത്തെ വർക്ക് ഡൺ എന്തായി പോകും? 0 ആയിട്ട് പോകും. ഓക്കെ അല്ലെ? അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അവിടെ ഒരു ക്ലോസ്ഡ് പാത്തിൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി is only defined for conservative forces. കൺസർവേറ്റീവ് ഫോഴ്സിന് മാത്രമേ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ? പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കൺസർവേറ്റീവ് ഫോഴ്സസ് കൺവേർട്ട് എനർജി ടു സ്പെഷ്യൽ ഫോം കാൾഡ് പൊട്ടൻഷ്യൽ എനർജി. കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ടുള്ള എനർജി ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പൊട്ടൻഷ്യൽ എനർജി ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. Work done by conservative force is equal to negative of potential energy. നമ്മുടെ നീറ്റിനായാലും നമ്മൾ ഏതൊരു എൻട്രൻസ് എക്സാം എഴുതിയാലും അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നോക്കേണ്ട ഒരു സെന്റൻസ് ആണ് ഈ ഒരു സെന്റൻസ്. എന്താണ്? വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ നെഗറ്റീവ് ആണ് വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ എന്താ ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർഫസിൽ ഇരിക്കുന്ന ഒരു ബോഡി ഒരു ഹൈറ്റ് എച്ച് എന്ത് പൊക്ക അല്ലെങ്കിൽ ഒരു ഹൈറ്റ് എച്ചിലോട്ട് എന്ത് കൊണ്ടുപോകുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത്. ഓക്കെ അല്ലെ? ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കാം.
ഇവിടുന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു ബോഡിയെ ഞാൻ ഹൈറ്റ് മുകളിലോട്ട് കൊണ്ടുപോകും. ഓക്കെ അല്ലേടാ? അപ്പൊ ഇവിടെ എന്ത് അപ്ലൈ ചെയ്തു? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായി. ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും എടാ? ഇത് ഹൈറ്റ് ആണ്, ഈ ബോഡിയുടെ മാസ് എം ആണെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണെങ്കിൽ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? mgh ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടുത്തെ വർക്ക് ഡൺ എത്രയായിരിക്കും നോക്കിയേ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇവിടെ mg എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? കാരണം ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഫോഴ്സ് ആണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ഈ ബോഡി എന്ത് ചെയ്യണം? താഴോട്ട് വലിക്കാനല്ലേ നോക്കുന്നത്. അപ്പൊ mg എന്ന് പറയുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഹൈറ്റ്, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ പോയത്? മുകളിലോട്ടല്ലേ ഹൈറ്റ് പോയത്. അപ്പൊ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഇവിടെയുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രി ആണെങ്കിൽ, അതായത് നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞത് 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ നെഗറ്റീവ് വർക്ക് ഡൺ ആയിരിക്കുന്നത്. 180 ഡിഗ്രി ആകുമ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്ത് വരുവാടാ? mgh cos 180 എന്ന് പറയുമ്പോൾ എത്ര? -1. അപ്പൊ -mgh എന്നല്ലേ വരുന്നത്. വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കത്തില്ലേ? അപ്പൊ ഇവിടെ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? -mgh ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? mgh ആണ്. അപ്പൊ ഇവര് തമ്മിലുള്ള റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ എന്ന് പറയുന്നത്, വർക്ക് ഡൺ അതായത് ഇവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിന്റെ ഈക്വൽ ആണ്? നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. ആ നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജിക്ക് റോൾ ഉള്ളൂ. ആ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ നെഗറ്റീവ് ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഒരു സർഫസിൽ നിന്ന് ഒരു ഹൈറ്റ് h ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ബോഡിയെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിന്റെ ഇക്വേഷൻ mgh ആണ്. പക്ഷെ അവിടെ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനെ താഴോട്ട് വലിക്കും. അപ്പൊ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്ത് വരും? -mgh വരും. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ആണ്. ഓക്കെ അല്ലേ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇനി ഇവിടെ തന്നെ പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് വർക്ക് ഡൺ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താണ്? F ഇൻറ്റു dx അല്ലേ? F dx ഈസ് ഈക്വൽ ടു -Δu എന്ന് എഴുതാം. ഇവിടെ എനിക്ക് രണ്ടിടത്ത് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ എടുക്കാം. ഇന്റഗ്രൽ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? F dx ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? du എന്ന് എനിക്ക് പറയാം. ഓക്കെ അല്ലെ? -du എന്ന് പറയാം. ഇവിടുന്ന് F ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? -du ബൈ dx എന്നൊരു ഇക്വേഷൻ കിട്ടും. F ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? -du ബൈ dx എന്നൊരു ഇക്വേഷൻ കൂടെ കിട്ടും. അതായത് എന്താ? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? പൊട്ടൻഷ്യൽ എനർജിയുടെ നെഗറ്റീവ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. പൊട്ടൻഷ്യൽ എനർജിയെ നെഗറ്റീവ്ലി ഡെറിവേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അവിടെ ആക്ട് ചെയ്യുന്ന കൺസർവേറ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാ പറയുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജിയെ എന്ത് ചെയ്യുക? നെഗറ്റീവ് ഡെറിവേറ്റീവ് എടുക്കാം. നെഗറ്റീവ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. നോക്ക്, നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ ഓപ്പോസിറ്റ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഈക്വൽ ആണ്, പക്ഷെ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഇഫ് യു മൂവ് എഗെയിൻസ്റ്റ് കൺസർവേറ്റീവ് ഫോഴ്സ് ദെൻ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ്. അതായത് കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി അവിടെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കൺസർവേറ്റീവ് ഫോഴ്സിന് എലോങ് ദ ഡയറക്ഷൻ ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി അവിടെ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കാരണം രണ്ടുപേരും എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇനി എന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്, സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ കൺസർവേറ്റീവ് ഫോഴ്സിൽ നിന്ന് പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ എക്സാമ്പിൾ തന്നിട്ട് 4 ഫോഴ്സ് തരുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതിൽ കൺസർവേറ്റീവ് അല്ലാത്ത ആരാന്ന് ചോദിക്കാം. ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അതൊരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കാം. ഇനി കൺസർവേറ്റീവ് ഫോഴ്സിൽ വർക്ക് ഡൺ എന്തായിരിക്കും? ഇവിടെ സെയിം ആയിരിക്കും. കാരണം എന്താ? അത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ മൂന്നാമത് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? എന്താ? അവിടെ വർക്ക് ഡൺ, അതായത് ഇനിഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ സെയിം ആണെങ്കിൽ ക്ലോസ്ഡ് പാത്തിലൂടെ ഉള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇനി മെയിൻ ആയിട്ട് നോക്കുന്ന സെന്റൻസ് എന്താ? വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇനി കൺസർവേറ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? -du ബൈ dx എടുത്താൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിലോട്ട് പോവാം. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, അപ്പൊ ഇത് വെച്ച് പറഞ്ഞു തന്നെ നമുക്ക് പറയുന്നതായിരിക്കും. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യും? പാത്ത് ഡിപ്പെൻഡ് ചെയ്യും. അതായത് ചില ഫോഴ്സസിന് അവര് ചെയ്യുന്ന വർക്ക് ഡണ്ണിന്റെ പാത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോഴ്സിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? ഓക്കെ. അതായത് ഇവിടെ W1 എന്തായിരിക്കത്തില്ല, W2നും W3ക്കും ഒന്നും എന്തായിരിക്കത്തില്ല, ഈക്വൽ ആയിരിക്കത്തില്ല. ഇവിടെ നോട്ട് ഈക്വൽ ആണ്, നോട്ട് ഈക്വൽ ആയിരിക്കും. എങ്കിൽ നമുക്ക് പറയാം അവരെന്താണ്, നോൺ കൺസർവേറ്റീവ് എന്ന് പറയാം. അതുപോലെ തന്നെ ഫോർ എ ക്ലോസ്ഡ് പാർട്ട് അവിടെ വർക്ക് ഡൺ എന്തായിരിക്കത്തില്ല, 0 ആയിരിക്കത്തില്ല. കാരണം എന്താ, ഞാൻ ഇപ്പൊ പറയാം. ബോർഡിൽ നമ്മുടെ ബ്ലാക്ക് ബോർഡിൽ നമ്മൾ എന്ത് ചെയ്യാം, ചോക്ക് വെച്ച് എഴുതാം. ചോക്ക് വെച്ച് എഴുതുമ്പോൾ അവിടെ എന്താണ്, അവിടെ വർക്ക് ഡൺ 0 ആണോ, ഞാൻ ഇങ്ങനെ ചോക്ക് വെച്ച് എഴുതി ഇങ്ങനെ കൊണ്ടുവച്ചെന്ന് വിചാരിച്ചോ. ഇവിടെ അല്ലേ ഈ ചോക്ക് പോയി വരുമല്ലേ, ഇവിടെ വരുമ്പോ തിരിച്ച് ആ പോയ ചോക്കെല്ലാം ഒരുമിച്ച് വരുമോ? ഇല്ല, അതെല്ലാം പോയി. അതായത് അവിടെ ആ ഫ്രിക്ഷൻ ഫോഴ്സ് കൊണ്ടുള്ള ആ ഒരു വർക്ക് ഡൺ എന്ന് പറഞ്ഞ എന്തുണ്ട്, അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ലോസ്ഡ് പാത്തില് വർക്ക് ഡൺ എന്തായിരിക്കത്തില്ല, 0 ആയിരിക്കില്ല. ഫ്രിക്ഷൻ ഫോഴ്സ് ആലോചിച്ചാൽ മതി. ഇനി ഇവിടെ നമുക്ക് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൽ പൊട്ടൻഷ്യൽ എനർജി ഒന്നും പഠിക്കാനില്ല. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിലാണ് പൊട്ടൻഷ്യൽ എനർജി എന്താവുന്ന, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവുന്നത്. ഇനി എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക. ഫ്രിക്ഷണൽ ഫോഴ്സ്, ഡ്രാഗ് ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്. നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലൊക്കെ പറയുന്ന വിസ്കോസിറ്റിയുടെ ഫോഴ്സ് ഒക്കെ എന്താണ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ ബോഡി ഓഫ് മാസ് 4 kg is raised from a top of building to a height of 8 meter above it. Find the change in the gravitational potential energy of the body. ഇവിടെ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്ക് ഉണ്ടായ ചേഞ്ച് ഡെൽറ്റ യു ആണ് കണ്ടുപിടിക്കുന്നത്. പറയടാ, ചേഞ്ചിങ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി, mgh കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇവിടെ മാസ് എത്രയാ, 4 ആണ്. ജിക്ക് നമുക്ക് 10 ഇട്ട് കൊടുക്കാം. 10 into h എത്രയാ, 8 ആണ്. അപ്പൊ എത്ര കിട്ടും, 320 ജൂൾ എന്ന് കിട്ടും. കിട്ടത്തില്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇവിടെ ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണ് 320. ഇവിടെ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ്, വർക്ക് ഡൺ ആണ് ചോദിച്ചിട്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വന്നേനെ, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് ഡെൽറ്റ യു ആണ്. അപ്പൊ എന്ത് വന്നേനെ, മൈനസ് 320 ജൂൾ എന്ന് വന്നേനെ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേടാ? The potential energy of a conservative system is given by U is equal to ax cube minus bx square plus cx. ഓക്കെ അല്ലെ? അതായത് പൊട്ടൻഷ്യൽ എനർജി എത്ര തന്നിട്ടുണ്ട്, ax³ മൈനസ് bx² പ്ലസ് cx എന്ന് തന്നിട്ടുണ്ട്. വേർ x represents the position of the particle. x എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു, പാർട്ടിക്കിളിന്റെ പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എയും ബിയും സി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. എങ്കിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് du/dx ആണല്ലേ. മൈനസ് ഡി നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ എന്താണ്, നെഗറ്റീവ് വെച്ച് dx വെച്ച് ഡെറിവേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫോഴ്സ് കിട്ടുമെന്ന് നമുക്കറിയാം. മൈനസ് du/dx ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ഓഫ് d/dx ഓഫ് പൊട്ടൻഷ്യൽ എനർജി എടുത്താൽ പോരെ. കാരണം ഇവിടെ നമ്മൾ എക്സ് മാത്രം എടുത്ത് എന്താ, എക്സ് ഡയറക്ഷനിൽ മാത്രം ഉള്ളത് ax³ മൈനസ് bx² പ്ലസ് cx. ഇവിടെ ഒറ്റ വേരിയബിൾ എക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് d/dx മാത്രം എടുത്താൽ മതി. ഇൻ കേസ് ക്വസ്റ്റ്യനില് എക്സും വൈയും ഇസഡും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം, എക്സിലും ഡെറിവേറ്റീവ് എടുക്കണം, വൈയിലും ഡെറിവേറ്റീവ് എടുക്കണം, ഇസഡിലും ഡെറിവേറ്റീവ് എടുക്കണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. എഫ് ഈസ് ഈക്വൽ ടു എക്സും വൈ ഇസഡും ഉണ്ടായിരുന്നെങ്കിൽ മൈനസ് ഓഫ് എന്ത് ചെയ്യണം, du/dx എടുക്കണം, ഐ ക്യാപ്പ് പ്ലസ് du/dy ജെ ക്യാപ്പ് എടുക്കണം, പ്ലസ് du/dz കെ ക്യാപ്പ് എടുക്കണം. അങ്ങനെ 3 ടൈംസിൽ എന്ത് ചെയ്യണമായിരുന്നു, ഡെറിവേറ്റീവ് എടുക്കണമായിരുന്നു. 3 ടൈംസിലും ഡെറിവേറ്റീവ് എടുക്കണം. എക്സും വൈയും ഇസഡിലും ഉണ്ടായിരുന്നെങ്കിൽ. എക്സിൽ മാത്രമാണ് നമ്മൾ മൈനസ് du/dx എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, മൈനസ് d/dx ഓഫ് ax³ മൈനസ് bx² പ്ലസ് cx എന്ന് വരും. ഓക്കെ അല്ലേടാ? ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് d/dx ഓഫ് ax³ എത്ര കിട്ടും, a ഇൻറ്റു x³ ഡെറിവേറ്റീവ് 3x² മൈനസ് ബി കോൺസ്റ്റന്റ്, മൈനസ് ബി ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x പ്ലസ് cx ഡെറിവേറ്റീവ് എന്ത് കിട്ടും, c എന്ന് കിട്ടും. അതായത് ഇവിടുന്ന് f ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇവിടെ മൈനസ് 8 മൾട്ടിപ്ലൈ, അപ്പൊ മൈനസ് 3ax² മൈനസ് ഓഫ് മൈനസ് ബി എന്ത് വരും, പ്ലസ് വരും, പ്ലസ് 2bx എന്ന് വരും, പ്ലസ് മൈനസ് സി അല്ലെ, മൈനസ് സി. ഇതായിരിക്കും ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഫോഴ്സ് ആക്ട് ഓൺ ദി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, മൈനസ് 3ax² പ്ലസ് 2bx മൈനസ് സി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ പറഞ്ഞു 3 ലെറ്റർ ഉണ്ട്, അതായത് 3 വേരിയബിൾ ഉണ്ടെങ്കിൽ 3ലും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണമെന്ന് പറഞ്ഞു. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയത്. ഈ പാർട്ടിക്കിൾ ഇൻ എ സർട്ടൻ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ഹാസ് ദി പൊട്ടൻഷ്യൽ എനർജി ഗിവൺ ബൈ. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ തന്നിട്ടുള്ള, u ഈസ് ഈക്വൽ ടു 20xy/z എന്ന് തന്നിട്ടുള്ളത്. അതായത് എക്സും വൈയിലും ഇസഡിലും നമ്മൾ എന്തെടുക്കണം, പൊട്ടൻഷ്യൽ എനർജിയുടെ നെഗറ്റീവ് ഡെറിവേറ്റീവ് എടുക്കണം. ഇത് ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ഇറ്റ്. അപ്പൊ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്താ എടുക്കണ്ടേ, മൈനസ് എന്ത് ചെയ്യണം, du/dx എടുക്കണം, മൈനസ് കോമൺ എടുക്കണം. അപ്പൊ du/dx പ്ലസ് du/dy എടുക്കണം, പ്ലസ് du/dx 3 ടേംസിൽ എന്തെടുക്കണം, ഇവിടെ ഡെറിവേറ്റീവ് എടുക്കണം. എന്നിട്ട് അതിനെല്ലാത്തിനും എന്തുണ്ട്, മൈനസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ എന്തെടുക്കാം, എക്സില് ഫോഴ്സിനെ എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ എഫ് എക്സ് ആദ്യം കണ്ടുപിടിക്കാം, മൈനസ് du/dx എടുക്കാം. അപ്പൊ എന്ത് വരും, മൈനസ് ഓഫ് d/dx ഓഫ് എന്ത് വരും, 20xy/z എന്ന് വരും.
ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞു ഇവിടെ 20 വൈയും ഇസഡും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ -20y/z എന്ത് വരും? എക്സ് dx/dx എന്താ? 1 അല്ലേ? അതായത് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇൻറ്റു എന്തൊരു ഇൻറ്റു ഐ ക്യാപ്. ഇതായിരിക്കും എഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി എഫ് വൈ കണ്ടുപിടിച്ച് നോക്കാം. എഫ് വൈ എന്ത് വരും? -du/dy എടുത്താൽ മതി. അപ്പൊ -d/dy ഓഫ് എന്ത് വരും ഇവിടെ? 20xy/z അല്ലെ? ഇവിടെ 20x/z ഒക്കെ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ എന്ത് വരും ഇവിടെ? -20x/z ഇൻറ്റു dy/dv എന്ത് വരും? വൈയുടെ ഡെറിവേറ്റീവ് 1 തന്നെയാണ്. അപ്പൊ 1 അതായത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? 1 വരും. അപ്പൊ ജെ ക്യാപ്പ് എന്ന് തന്നെ കൊടുക്കാം. ജെ ക്യാപ്പ് മാത്രമേ ഉള്ളൂ, മറ്റേത് 1 ആയി പോയി. ഇനി നമുക്ക് എന്ത് വേണം? എഫ് ഇസഡ് കണ്ടുപിടിക്കണം അല്ലെ? എഫ് ഇസഡ് നമുക്ക് ഇങ്ങോട്ട് കണ്ടുപിടിക്കാവേ. എഫ് ഇസഡ് കണ്ടുപിടിക്കണം. എഫ് ഇസഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? -d/dz ഓഫ് എന്താണ് നമ്മുടെ യു എന്താ മക്കളെ? 20xy/z. ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞേടാ ഇവിടെ എക്സും വൈയും 20 ഒക്കെ കോൺസ്റ്റന്റാ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -20xy ഇൻറ്റു എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് 1/z. 1/zന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. ഇസഡിന്റെ അല്ല. ഇസഡിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ 1 വന്നേനെ. ഇവിടെ എന്താണ്? 1/zന്റെ അതായത് z⁻1ന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞേടാ z⁻1ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? നമുക്കറിയാം x⁻n ഡെറിവേറ്റീവ് എന്താടാ? nx⁻n-1 ആണ്. അപ്പൊ z⁻1ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? -1 ഇൻറ്റു z⁻1 എന്നിട്ട് -2 അതായത് -1/z² എന്ന് കിട്ടും. -1/z². അപ്പൊ ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാം? -20xy ഇൻറ്റു 1/z² എന്ന് എഴുതാം. ഇൻറ്റു കെ ക്യാപ് അല്ലെ? അപ്പൊ എന്ത് കിട്ടും? -20xy/z² കെ ക്യാപ് എന്ന് കിട്ടും. മൈനസ് വരുമല്ലേ? ഇവിടെ ഒരു -1/z² അല്ലേ വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് ഈ മൈനസും കൂടെ പോസിറ്റീവ് ആയി പോകും കേട്ടോ. അപ്പൊ ഇവിടെ എന്തില്ലടാ? മൈനസ് ഇല്ല, പ്ലസ് ആണ്. +20xy/z². ആ മൈനസ് എടുക്കാൻ മറക്കല്ലേ? -1/z² ആണ്. ആ മൈനസ് ഇവിടുത്തെ ഈ മൈനസ് കൂടെ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ +20xy/z² കെ ക്യാപ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എഴുതാലോ? എഫ് എക്സ് കിട്ടി, എഫ് വൈ കിട്ടി, എഫ് ഇസഡ് കിട്ടി. അപ്പൊ നെറ്റ് ഫോഴ്സ് ഈസിക്കൽ ടു എന്തൊരു? എഫ് എക്സ് എന്താണ്? -20y/z ഐ ക്യാപ്. എഫ് വൈ എന്തുവാണ്? -20x/z ജെ ക്യാപ് പ്ലസ് ഇനി എഫ് ഇസഡ് എന്ത് വരുവാടാ? പ്ലസ് ആണ് അവിടെ വന്നത്. +20xy/z² കെ ക്യാപ്. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? -20y/z ഐ ക്യാപ് -20x/z ജെ ക്യാപ് +20xy/z² കെ ക്യാപ് ഉണ്ട്. അപ്പൊ ഏത് ആൻസർ? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, നമ്മളിവിടെ മൈനസ് എടുത്തില്ല. ഈ മൈനസ് ഇങ്ങോട്ട് വരുന്ന ഈ ഓപ്ഷനും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മുടെ വെറുതെ നമ്മുടെ 5 മാർക്ക് 4 മാർക്ക് നമ്മൾ തെറ്റിച്ചതും പിന്നെ 1 മാർക്ക് നെഗറ്റീവ് 5 മാർക്ക് നമുക്ക് പോയല്ലേ. അപ്പൊ ഈ മൈനസ് എടുക്കാൻ മറക്കല്ലേ. ക്ലിയർ അല്ലേടാ? ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിരിക്കും. പക്ഷെ നമ്മുടെ സില്ലി മിസ്റ്റേക്സ് ആണ്. നമ്മുടെ മാർക്സ് ഒരുപാട് പോകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ ഒരു തവണ ആ ഒരു ബബിൾ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടെ കൺഫേം ചെയ്തിരിക്കണം. അത് കറക്റ്റ് ആണ്. ഒന്ന് കൺഫേം ചെയ്തിട്ടേ ബബിൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഫ്രീ ആയിട്ട് എക്സാം എഴുതാം. അതിന് വേണ്ടി നമ്മൾ ആ ഒരു ടെൻഷൻ മാറ്റാം. നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ട് ഫെമിലറൈസ് ആണ്. നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം? ടെസ്റ്റ് മോക്ക് എക്സാം എഴുതിക്കൊണ്ടേയിരിക്കണം. ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് പറഞ്ഞാൽ അതിന്റെ ഒക്കെ എന്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ അറൌണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണണം കേട്ടോ. ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? നമ്മുടെ വർക്ക് എനർജി പവർ ആ ഒരു ടോപ്പിക്കിൽ വർക്ക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എനർജിയിലോട്ട് പോവാണ്. എനർജിയിൽ നമുക്കറിയാം കൈനറ്റിക് എനർജി ഉണ്ട്, എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി, നമ്മൾ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഒക്കെ പറയാം. അതിലോട്ട് ഓക്കെ. അപ്പൊ നമ്മള് വർക്ക് എല്ലാം കഴിഞ്ഞ് ഇനി എനർജി എന്ന ടോപ്പിക്കിലോട്ടാ വരാം. എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള കൈനറ്റിക് എനർജി നോക്കാനുണ്ട്, പൊട്ടൻഷ്യൽ എനർജി നോക്കാനുണ്ട്. അതിൽ ആദ്യം നമുക്ക് കൈനറ്റിക് എനർജി തന്നെ പറയാം. എന്താ മക്കളെ? കൈനറ്റിക് എനർജി പറയാം. നമുക്കറിയാം കൈനറ്റിക് എനർജിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണ്? ½ എന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലേ, അത് നമുക്കറിയാം. പിന്നെ നമുക്ക് ഏത് റിലേഷൻ പഠിക്കാം? നമുക്ക് ½ എന്നൊരു റിലേഷൻ പറയാം കൈനറ്റിക് എനർജിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു റിലേഷൻ ആണ് p²/2m. അതായത് കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ള. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മൊമെന്റം p²/2m. ഈ റിലേഷൻ ആണ് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻസ് എന്തൊക്കെയാ? ½ ഉണ്ട്, p²/2m ഉണ്ട്, ½ ഉണ്ട്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് ½ p²/2m ആണ്. അതിന് രണ്ട് കേസായിട്ട് നമുക്ക് പറയാം. കൈനറ്റിക് എനർജിക്ക് ½ ഇട്ടും കൊടുക്കാം, അതുപോലെ ഏതിട്ട് കൊടുക്കാം? p²/2m ഇട്ട് കൊടുക്കാം. എപ്പോഴൊക്കെയാടാ?
p²/2m. ഹാഫ് mv² ഇട്ട് കൊടുക്കുന്ന എപ്പോഴാണ്? ഇപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറയുവാണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറയാണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് റിലേഷൻ എടുക്കാം? ഹാഫ് mv² എടുക്കാം. അവിടെ നമുക്ക് പറയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മാസിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാം. ഇൻ കേസ് ഇവിടെ പറയാണ് മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. മൊമെന്റം എന്താ മക്കളെ? കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. അങ്ങനെ മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഈ റിലേഷൻ കൈനറ്റിക് എനർജി p²/2m എന്ന റിലേഷൻ എടുക്കുക. അവിടുന്ന് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തൊരുടാ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസിന്. അപ്പൊ കേസ് അനുസരിച്ച് മാസിന് ഇൻവേഴ്സ്ലിയും പ്രൊപ്പോർഷണൽ ആവും, ഡയറക്ട്ലിയും പ്രൊപ്പോർഷണൽ ആവും. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ഹാഫ് mv² എടുക്കും. അപ്പൊ കൈനറ്റിക് എനർജി എന്താവും? മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവും. മൊമെന്റം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈനറ്റിക് എനർജിക്ക് p²/2m എന്ന് പറയുന്ന റിലേഷൻ എടുക്കും. അവിടുന്ന് കൈനറ്റിക് എനർജി മാസിന് എന്താവും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവും. ഓക്കെ അല്ലേ? ഈ രണ്ട് ഇക്വേഷനും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അതിൽ നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് യൂസ് ചെയ്യാം. ടു സോളിഡ്സ് എ ആൻഡ് ബി ഓഫ് മാസ്. രണ്ട് സോളിഡ്സ് ഉണ്ട്, എയും ബിയും. അവരുടെ മാസുകൾ തന്നിട്ടുണ്ട് 1 കിലോഗ്രാമും 2 കിലോഗ്രാമും ആണ്. ആർ മൂവിങ് വിത്ത് ഈക്വൽ ലീനിയർ മൊമെന്റ്. അവർ മൂവ് ചെയ്യുന്ന എന്തിലാണ്? ഈക്വൽ മൊമെന്റത്തിലാണ്. അപ്പൊ അവിടെ ആര് സെയിം ആയിട്ടുള്ള മൊമെന്റ് സെയിം ആണ്. ദ റേഷ്യോ ഓഫ് ദ കൈനറ്റിക് എനർജി. അവരുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഈക്വൽ ലീനിയർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് എന്റെ അടുത്ത്? അവിടെ മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്നല്ലേ? മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഏത് റിലേഷൻ എടുക്കുമെന്നാ നമ്മളിപ്പോ പറഞ്ഞ p²/2m എടുക്കുമെന്നാ പറഞ്ഞല്ലേ? അപ്പൊ p²/2m റിലേഷൻ നമ്മൾ ഇവിടെ എടുക്കും. ഇനി പറഞ്ഞേ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്താവും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആവത്തില്ലേ? ആവും. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് എ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരുവാടാ? മാസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ എന്ന് വരത്തില്ലേ? മാസ് ഓഫ് ബി, ബിയുടെ മാസ് എത്രയാ? 2 ഡിവൈഡ് ബൈ എയുടെ മാസ് എത്രയാ? 1. അപ്പൊ 2/1 എന്ന് വരത്തില്ലേ? ഇത് നമുക്ക് a/1 ആണെന്ന് അവർ തന്നിട്ടുണ്ട് എങ്കിൽ എയുടെ വാല്യൂ എന്താണെന്നാ ക്വസ്റ്റ്യൻ. ഇത് a/1 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് ഇവിടുന്ന് എക്ക് എന്ത് കിട്ടുവാടാ? 2 എന്ന് കിട്ടൂലേ? സോ അവർ ആൻസർ ഈസ് 2. ഓക്കെ അല്ലേ? എയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2 masses of 1 gram and 9 gram. 2 masses ഉണ്ട്, 1 gram 9 gram are moving with equal kinetic energies. ഇവിടെ എന്താ? കൈനറ്റിക് എനർജി സെയിം ആണ്, ഈക്വൽ കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യണം. ഇത് റേഷ്യോ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റെസ്പെക്റ്റീവ് ലീനിയർ മൊമെന്റ് ഈസ് എങ്കിൽ അവരുടെ മൊമെന്റത്തിന്റെ റേഷ്യോ ക്വസ്റ്റ്യൻ. എനിക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m ആണ്. അല്ലെങ്കിൽ ഇവിടുന്ന് p² ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? 2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് കിട്ടും. കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ p² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m എന്ന് പറഞ്ഞൂടെ? പറയാം. അല്ലെങ്കിൽ മൊമെന്റയുടെ റേഷ്യോയിലെ വേണ്ട. അപ്പൊ p ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് വരും മക്കളെ? √m എന്ന് വരും. p ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √m എന്ന് വരും. അപ്പോ p1/p2 ഈസ് ഈക്വൽ ടു എന്ത് വരും? √m1/m2 എന്ന് വരും. √m1 എത്രയാ? മാസ് എത്രയാ? ഫസ്റ്റിൻ്റെത് 1 ഡിവൈഡഡ് ബൈ m2ന്റെ മാസ് എത്രയാ? 9. അപ്പൊ 1/9. ദാറ്റ് ഈസ് p1/p2 ഈസ് ഈക്വൽ ടു √1/9 എന്ന് പറഞ്ഞാൽ എന്താ? 1/3 അല്ലേ? 1ന്റെ √1 9ന്റെ √3 1/3. അപ്പൊ മൊമെന്റുകളുടെ റേഷ്യോ എന്ത് കിട്ടിയടാ? ലീനിയർ മൊമെന്റിന്റെ റേഷ്യോ എന്ത് കിട്ടി? 1/3 എന്ന് കിട്ടി, അല്ലെങ്കിൽ 1:3. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യനിലൂടെ പോവാം. ക്വസ്റ്റ്യൻ നോക്ക്. 2 particles having masses 4 gram and 16 gram. 2 particles ഉണ്ട്, അവരുടെ മാസസ് എത്രയാ? 4 ഗ്രാമും 16 ഗ്രാമും ആണ്. ആർ മൂവിങ് വിത്ത് ഈക്വൽ കൈനറ്റിക് എനർജീസ്. അവർ മൂവ് ചെയ്യുന്നത് സെയിം കൈനറ്റിക് എനർജിയിലാണ്. ഇത് റേഷ്യോ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ദെയർ മൊമെന്റം ഈസ് n:2. അവരുടെ മൊമെന്റത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്? n:2 ആണ് തന്നിട്ടുണ്ട്. എങ്കിൽ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ. ഈ നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ തരുന്നതൊക്കെ ജെഇമെയിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകണം. കാരണം നമുക്ക് നീണ്ടു തരുമ്പോൾ എന്ത് ചെയ്യാം? അവരെ ഓപ്ഷൻ ഇട്ടുകൂടെ വേണമെങ്കിൽ തരാം. സോ റീസെന്റ് ഇയേഴ്സിലെ ജെഇയുടെ ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കണം. ജെഇ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കി, ഈക്വൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം p² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m ആണ് ഈക്വൽ കൈനറ്റിക് എനർജി വരുമ്പോൾ അവിടുന്ന് p ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? √m എന്ന് വരും. therefore p1/p2 is equal to എന്ത് വരും മക്കളെ? √m1/m2 എന്ന് വരും. വരത്തില്ലേ? ദാറ്റ് ഈസ് √m1 എത്രയാ? 4. m2 എത്രയാ? 16. ഇതും വെട്ടിയ 4 കിട്ടും. ദാറ്റ് ഈസ് p1/p2 is equal to എന്ത് കിട്ടും? √1/4 കിട്ടും. അത് എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും അല്ലെ? ഇത് n/2 ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ആരാടാ? 1 അല്ലേ? സോ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പൊ നമ്മള് കൈനറ്റിക് എനർജിയും അവരുടെ എന്തും പറഞ്ഞു? 2 ഇക്വേഷൻ, p²/2m ഹാഫ് mv², പിന്നെ ഹാഫ് pv. 3 ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. അവിടെ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആയിരിക്കും. അതുപോലെ തന്നെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആയിരിക്കും. ഇത് ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ചേഞ്ചിങ് കൈനറ്റിക് എനർജി വെച്ചിട്ടുള്ളത് നോക്കാം. അപ്പൊ ഇനി പെർസെന്റേജ് ചേഞ്ചിങ് കൈനറ്റിക് എനർജിയാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് പെർസെന്റേജ്, നമുക്ക്
ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെർസെന്റേജ് ചേഞ്ചിങ് കൈനറ്റിക് എനർജിയും ചോദിക്കും, പെർസെന്റേജ് ചേഞ്ചിങ് മൊമെന്റോ ചോദിക്കും. പെർസെന്റേജ് ചേഞ്ചിങ് കൈനറ്റിക് എനർജിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഒരു കൈനറ്റിക് എനർജിയുടെ പെർസെന്റേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഇൻറ്റു 100. ഇത് ചെയ്താൽ മതി. പെർസെന്റേജ് ചേഞ്ചിങ് കൈനറ്റിക് എനർജിക്ക് എന്താണ്? ഫൈനൽ കൈനറ്റിക് എനർജിന്ന് ഇനിഷ്യൽ കൈനറ്റിക് എനർജി കുറയ്ക്കുക, അതിനെ എന്ത് ചെയ്യുക? ഇനിഷ്യൽ കൈനറ്റിക് എനർജി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് പെർസെന്റേജ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി കിട്ടും. ഇനി ഇതിന്റെ മൊമെന്റത്തിന്റെ ടൈംസിലാണ് പറയുന്നത്. നമ്മൾ എങ്ങനെ പറയും മക്കളെ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? p²/2m അല്ലേ റിലേഷൻ. അവിടെ നിന്ന് കൈനറ്റിക് എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടും? p² എന്ന് കിട്ടത്തില്ലേ? സോ ഫൈനൽ കൈനറ്റിക് എനർജിക്ക് വരെ നമുക്ക് pf² ഇട്ട് കൊടുക്കാം, ഇനിഷ്യൽ കൈനറ്റിക് എനർജിക്ക് വരെ pi² ഇട്ട് കൊടുക്കാം. കൊടുത്തൂടെ? അപ്പൊ എന്ത് കിട്ടും? pf² മൈനസ് pi² ഡിവൈഡഡ് ബൈ pi² ഇൻറ്റു 100 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ പെർസെന്റേജ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി ചോദിച്ചാൽ kf മൈനസ് ki ഡിവൈഡ് ബൈ ki ഇൻറ്റു 100. ഒരു ഇക്വേഷൻ ഉണ്ട്. മൊമെന്റത്തിന്റെ തന്നിട്ടാണ് പെർസെന്റേജ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി ചോദിക്കുന്നതെങ്കിൽ pf² മൈനസ് pi² ഡിവൈഡഡ് ബൈ pi² ഇൻറ്റു 100. ഈ രണ്ട് റിലേഷനും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ അല്ലേടാ? ഓക്കെ. അതുപോലെ തന്നെ ഇനി പെർസെന്റേജ് ചേഞ്ചിങ് മൊമെന്റോ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെർസെന്റേജ് ചേഞ്ചിങ് മൊമെന്റോ ആണെങ്കിൽ ആദ്യം നമ്മുടെ ഡയറക്റ്റ് ഇക്വേഷൻ എന്താ? ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ മൊമെന്റം ഇൻറ്റു 100. ഇത് കൈനറ്റിക് എനർജിയുടെ ടൈംസിലാണ് നമുക്ക് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? പി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? √k വരും. സോ √ഓഫ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് √ഓഫ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ √ഓഫ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഇൻറ്റു 100. ഓക്കെ അല്ലേ? അപ്പൊ പെർസെന്റേജ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി ചോദിച്ചാലും പെർസെന്റേജ് ചേഞ്ചിങ് മൊമെന്റം ചോദിച്ചാലും നമുക്ക് രണ്ടിന്റെ ടൈംസിൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ മക്കളെ? ഒരു ക്വസ്റ്റ്യനിലോട്ട് വാ. If the kinetic energy of a moving body becomes 4 times its initial kinetic energy, then the percentage change in its momentum will be. അതായത് കൈനറ്റിക് എനർജി, ഒരു മൂവിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി എന്തായി? ഇനിഷ്യൽ കൈനറ്റിക് എനർജിയുടെ 4 ടൈംസ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് ഇനിഷ്യൽ കൈനറ്റിക് എനർജി k ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി എത്രയും മാറിയെന്ന് പറഞ്ഞാൽ 4k ആയിട്ട് മാറി. എങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പെർസെന്റേജ് ചേഞ്ച് ഇൻ മൊമെന്റം കൈനറ്റിക് എനർജിയുടെ ടൈംസിൽ വേണ്ടേ? എന്ത് ഇക്വേഷൻ? √ഓഫ് kf മൈനസ് √ki ഡിവൈഡഡ് ബൈ √ki ഇൻറ്റു 100. ഇതല്ലേ നമ്മുടെ റിലേഷൻ? അതെ. അപ്പൊ √kf എന്ത് വരും? √4k മൈനസ് √k ഡിവൈഡഡ് ബൈ √k ഇൻറ്റു 100. √4k എങ്ങനെ എഴുതാം? 2√k എന്ന് എഴുതാം, മൈനസ് √k ഡിവൈഡഡ് ബൈ √k ഇൻറ്റു 100. പറഞ്ഞ മക്കളെ, 2√k എന്ന് ഒരു √k പോയി, 2√k എന്ന് ഒരു √k പോയാൽ എന്ത് കിട്ടും? √k എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും? √k ബൈ √k ഇൻറ്റു 100 എന്ന് കിട്ടും. √k രണ്ടിടത്തും വെട്ടിപ്പോയിട്ട് എന്ത് കിട്ടും? 100% എന്ന് കിട്ടും. എത്ര കിട്ടും? 100%. അതായത് കൈനറ്റിക് എനർജി എന്ത് ചെയ്തു? 4 ടൈംസ് കൂടിയാൽ മൊമെന്റ് എത്ര ചേഞ്ച് ചെയ്യോടാ? 100% ചേഞ്ച് ചെയ്യും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഇതൊരു റീസെന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ജെയുടെ ഉണ്ട്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് വാ. ഇഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഇൻക്രീസ്ഡ് ബൈ, ഇവിടെ മൊമെന്റം ഇൻക്രീസ് ചെയ്ത് 30% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നീറ്റിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇൻക്രീസസ് ബൈ. അപ്പൊ ഇനിഷ്യൽ മൊമെന്റം നമുക്ക് p ആയിട്ട് എടുക്കാം. ഫൈനൽ മൊമെന്റം എന്ന് പറയുമ്പോൾ 30% ഇൻക്രീസ് ചെയ്തൊന്നല്ലേ? അതായത് എത്രയായി? p പ്ലസ് 13/100 p കിട്ടും. അത് എത്ര കിട്ടൂടാ? 130p/100 എന്ന് കിട്ടും. അതിന് എനിക്ക് 1.3p എന്ന് എഴുതാം. ഇത് എങ്ങനെ 130? അതായത് p ഉണ്ടായിരുന്നു പ്ലസ് എന്ത് ചെയ്തു? 30%. അപ്പൊ 13p/100 കൂടെ ആയി. അപ്പൊ എന്ത് കിട്ടി? 130p/100 വരും. അതാണ് 1.3p എന്ന് എഴുതി. ഓക്കെ അല്ലേ? ദെൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇൻക്രീസസ് ബൈ. അപ്പൊ ചേഞ്ചിങ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക എന്ത് ചെയ്യും? നമ്മുടെ മൊമെന്റത്തിന്റെ ടേംസിലാണെങ്കിൽ pf² മൈനസ് pi² ഡിവൈഡഡ് ബൈ pi² ഇൻറ്റു 100. pf എന്താണ്? 1.3 ആണ്. അപ്പൊ 1.3p² മൈനസ് pi എന്താ? p ആണ്, p² ഡിവൈഡഡ് ബൈ p² ഇൻറ്റു 100. 1.3 എന്ന് പറഞ്ഞാൽ 1.69 വരും. അപ്പൊ 1.69 p² മൈനസ് p² ഡിവൈഡഡ് ബൈ p² ഇൻറ്റു 100. 1.69 p² എന്നൊരു p² പോയി എന്ത് കിട്ടൂടാ? 0.69 p² എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ p² ഇൻറ്റു 100. ഇവിടുന്ന് p² രണ്ടിടത്തും വെട്ടിപ്പോ 0.69 ഇൻറ്റു 100 എന്ന് കിട്ടും. അത് എത്ര കിട്ടും? 69% എന്ന് കിട്ടും. എത്ര കിട്ടും? 69%. അപ്പൊ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? അപ്പൊ പെർസെന്റേജ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി, പെർസെന്റേജ് ചേഞ്ചിങ് മൊമെന്റോ ഓക്കെ അല്ലേ? എന്റെ ക്വസ്റ്റ്യനും ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നമ്മൾ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയിലോട്ടാ പോകുന്നത്. അതായത് നമ്മൾ എനർജിയിൽ കൈനറ്റിക് എനർജി പറഞ്ഞു. ഇനി നമ്മൾ എന്തിലോട്ടാ പോകുന്നത്? പൊട്ടൻഷ്യൽ എനർജിയിലോട്ടാ പോകുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി പറയാൻ
നമ്മുടെ കൺസർവേറ്റീവ് ഫോഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ് ഒക്കെ. അതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലാം നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എല്ലാം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ പറയും. അപ്പൊ ഇന്ന് നമുക്ക് അവിടെ ബാലൻസ് ഉള്ള ഒരെണ്ണമായിരുന്നു സ്പ്രിംഗ് ഫോഴ്സ് എന്നുള്ളത്. എന്താ മക്കളെ? സ്പ്രിംഗ് ഫോഴ്സ്. ഇതൊരു സ്പ്രിംഗ് ആണ്. ഈ സ്പ്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് വലിച്ചു നീട്ടുക. എക്സ് ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വലിച്ചു നീട്ടുക. ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങോട്ട് ഞാൻ ഫോഴ്സ് എടുത്ത് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? അതിന് ഒപ്പോസ് ചെയ്ത് തിരിച്ച് അതിന്റെ നോർമൽ പൊസിഷനിൽ പോയിരിക്കാൻ ഇങ്ങോട്ടൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യത്തില്ലേ? ചെയ്യല്ലോ. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കൂടാ? ഈ എക്സിന് ഞാൻ എന്തുമാത്രം ഡിസ്പ്ലേസ്മെന്റ് ആണോ ഇങ്ങോട്ട് വലിച്ചത് അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പക്ഷെ ഇത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? അതായത് ഞാൻ ഇങ്ങോട്ടാ വലിക്കുന്നെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് അങ്ങോട്ടായിരിക്കും, സ്പ്രിങ്ങിന്റെ നോർമൽ പൊസിഷനിലോട്ട് കൊണ്ടുപോകാൻ അങ്ങോട്ടായിരിക്കും നോക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും എപ്പോഴും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് പറയും. ഇവിടെ ഈ മൈനസ് എന്തോ സൂചിപ്പിക്കുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരും. ആ കോൺസ്റ്റന്റിനെ വിളിച്ച പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. എന്താ മക്കളെ? സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അവിടെ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് കിട്ടും. ഇനി ഇവിടുത്തെ ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കുക. യൂണിറ്റ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടൂടാ? കെ ഈസ് ഈക്വൽ ടു നമുക്ക് എഫ് ബൈ എക്സ് എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതായത് ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. വേറെ എവിടെയെങ്കിലും ഈ ന്യൂട്ടൺ പെർ മീറ്റർ യൂണിറ്റ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഫ്ലൂയിഡ്സിൽ കേട്ടിട്ടുണ്ടല്ലേ? എന്തിന്റെയാ? സർഫസ് ടെൻഷന്റെ യൂണിറ്റും എന്ത് തന്നെ മക്കളെ? സർഫസ് ടെൻഷന്റെ യൂണിറ്റും ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇങ്ങനെ റിവൈസ് ചെയ്തോടെ പോണം കേട്ടോ. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇനി ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? സ്പ്രിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൺസർവേറ്റീവ് ഫോഴ്സ്. അവിടെ ഒരു വർക്ക് ചെയ്യുന്നില്ലേ? ആ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. എന്താണ്? മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു വർക്ക് ഡൺ അവിടെ ചെയ്യുന്ന ആ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ആർക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് ഡെൽറ്റ യു ഈക്വൽ ടു ഇതിനൊരു മൈനസ് കൂടെ ഇട്ടാൽ പോരാ. അപ്പൊ എന്താ ഇട്ടടാ? മൈനസും ചേർന്ന് പ്ലസ് ആയിട്ട് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് മാറും. അപ്പൊ ഇവിടുത്തെ ഈ ഒരു സ്പ്രിംഗ് വലിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു വർക്ക് ചെയ്യും. ആ വർക്ക് എന്തായി മാറും? ആ ഒരു സ്പ്രിങ്ങിന്റെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ആ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നോട്ട് ചെയ്യണം. ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? പറഞ്ഞു അതായത് എത്ര മാത്രം ആ ഇക്വേഷൻസ് പറയുക അത്രയും തവണ പറഞ്ഞ് പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ എന്താ ഡയറക്റ്റ് ഇതിന്റെ ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ ആരോടും മിണ്ടുന്നില്ല ഫ്രണ്ട്സ്, അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ എന്തിയാ? നമ്മൾ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. വീട്ടിലെല്ലാരോടും പറഞ്ഞു നടക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഭിത്തിയിലോ എന്തെങ്കിലും ഒരു പേപ്പറൊക്കെ ഒട്ടിച്ച് എഴുതി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുക. അങ്ങനെ ജസ്റ്റ് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇത് നമ്മുടെ ഇതിൽ എന്താ അവിടെ മെമ്മറിയിൽ സ്റ്റോർ ആവും. ഓക്കെ അല്ലേ? നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ തന്നെ ഇപ്പൊ ക്ലാസ്സിൽ ഒരുപാട് ഇക്വേഷൻസ് എന്ത് ചെയ്ത് റിവൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവിടെ ഇനി നോക്കി, ആദ്യം ഒരു സ്പ്രിംഗ് ഉണ്ട്. ആ സ്പ്രിങ്ങിനെ ഞാൻ x1 ഡിസ്റ്റൻസ് ആണ് ഇങ്ങോട്ട് വലിച്ചത്. x1 ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? ഇങ്ങോട്ട് വലിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാഫ് കെ x1 സ്ക്വയർ ആണ്. ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ഇതിനെ പിന്നെ എന്ത് ചെയ്തു? ഇച്ചിരി കൂടെ ഒന്ന് വലിച്ചു. അപ്പൊ അത് മീൻ പൊസിഷനിൽ നിന്ന് x2 ഡിസ്പ്ലേസ്മെന്റിലോട്ട് എന്ത് ചെയ്തടാ? വലിച്ചു. അപ്പൊ അവിടെ ഉണ്ടായ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും? ഹാഫ് കെ x2 സ്ക്വയർ എന്ന് വരും. ആദ്യം ഇതായിരുന്നു ഇതിന്റെ മീൻ പൊസിഷൻ. ആദ്യം x1 ഡിസ്റ്റൻസിൽ വലിച്ചു. അപ്പൊ ഹാഫ് കെ x1 സ്ക്വയർ. ഞാൻ പിന്നെ വലിച്ച് എന്ത് ചെയ്തു? x2 മീൻ പൊസിഷനിൽ നിന്ന് x2 ഡിസ്റ്റൻസിലോട്ട് വലിച്ചു. അപ്പൊ അവിടെ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? ഹാഫ് കെ x2 സ്ക്വയർ ആയിരിക്കും. എങ്കിൽ ഇവിടെ എന്തുമാത്രം ചേഞ്ച് ഇൻ ആ ഒരു ചേഞ്ച് ഇൻ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇത്രയാവാൻ വേണ്ടി ഞാൻ എത്ര അഡീഷണൽ എനർജിയാണ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഡെൽറ്റ യു എടുക്കണം. അപ്പൊ ഡെൽറ്റ യു ഈക്വൽ ടു എന്ത് വരും? u2 മൈനസ് u1 വരും. അവിടെ നിന്ന് എനിക്ക് u2ന് പകരം എന്തിട്ട് കൊടുക്കാം? ഹാഫ് കെ x2 സ്ക്വയർ കൊടുക്കാം മൈനസ് ഹാഫ് കെ x1 സ്ക്വയർ. ഇവിടുന്ന് ഹാഫ് കെ കോമൺ എടുത്താൽ എനിക്ക് എന്ത് കിട്ടൂടാ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ത് കിട്ടാം? ഹാഫ് കെ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ എന്ന് കിട്ടാം. ഹാഫ് കെ ഇൻറ്റു x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്തേക്കണം. നമുക്ക് പലതവണ എക്സാംസിന് ഇങ്ങനെ, അതായത് ഈ ഇടയ്ക്കുള്ള എനർജി, അതായത് ഒരു 5 സെന്റിമീറ്റർ എക്സ്റ്റൻഷൻ ആവാൻ ഇത്രയാണ്, 10 സെന്റിമീറ്റർ ആവാൻ ഇത്രയാണെങ്കിൽ അവിടുന്ന് 5 സെന്റിമീറ്ററിന് 10 സെന്റിമീറ്ററിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ എത്ര അഡീഷണൽ എനർജിയാ കൊടുത്ത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതിനറിയാൻ വേണ്ടി ഡെൽറ്റ യു ഈക്വൽ ടു എന്ത് ചെയ്യണോടാ? ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണം. ഹാഫ് കെ ഇൻറ്റു x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. ഇത്രേ ഉള്ളൂ. മറ്റേ രണ്ടും തമ്മിൽ എന്ത് ചെയ്തു? ഒന്ന് കുറച്ചു. ആദ്യത്തെ വലിച്ചപ്പോൾ ഉള്ളത് u1 പിന്നെ എന്ത് ചെയ്തു? മീൻ പൊസിഷനിൽ പിന്നെ ഫുൾ വലിച്ചത് ഞാൻ u2 എന്ന് എടുത്താൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അതായിരിക്കും എന്ത്? ആ അഡീഷണൽ കൊടുത്ത എനർജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം.
Question നോക്കി. A spring of force constant 400 Newton per meter has an extension of 5 centimeter. ഒരു സ്പ്രിംഗ് ഉണ്ട്, അതിന്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് 400 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, അതിന്റെ എക്സ്റ്റൻഷൻ എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് ഇപ്പോൾ എക്സ്റ്റൻഷൻ. ഇത് വർക്ക് ഡൺ ഇൻ എക്സ്റ്റെൻഡിങ് ഇറ്റ് ഫ്രം 5 സെന്റിമീറ്റർ ടു 10 സെന്റിമീറ്റർ. 5 സെന്റിമീറ്ററിൽ നിന്ന് 10 സെന്റിമീറ്ററിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യിക്കാനുള്ള എത്ര എക്സ്റ്റൻഷൻ, എത്ര വർക്ക് ഡൺ ഞാൻ ചെയ്യണം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ഇവിടെ കണ്ടുപിടിക്കണ്ടേ? ഇതായിരുന്നു എന്റെ സ്പ്രിംഗ്, ഇതായിരുന്നു എന്റെ സ്പ്രിംഗ്. ആദ്യമുള്ള എക്സ്റ്റൻഷൻ x1 എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. പിന്നെ എന്ത് ചെയ്തു? സ്പ്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്തു. എത്രയാക്കി മാറ്റി? 10 സെന്റിമീറ്റർ ആക്കി. x2 = 10 സെന്റിമീറ്ററിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഇവിടെ വരെ. എങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ, അതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ എടുത്ത ഈ ഒരു വർക്ക് ഡൺ ആണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യൂടാ? u2 - u1 എടുത്താൽ പോരെ. അതായത് ½ k x2 സ്ക്വയർ മൈനസ് ½ k x1 സ്ക്വയർ എടുത്താൽ മതി. അവിടുന്ന് എനിക്ക് ½ k കോമൺ എടുത്താൽ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ എന്ന് കിട്ടത്തില്ലേ? കിട്ടും. അപ്പൊ ഇവിടുന്ന് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു k യുടെ വാല്യൂ എത്രയാ? 400 ആണ്. ഇൻറ്റു x2 എത്രയാ മക്കളെ? 10 അല്ലേ? അപ്പൊ 10 ഇൻറ്റു 10⁻² ന്റെ സ്ക്വയർ മൈനസ് x1 എത്രയാണ്? 5 അല്ലേ? 5 ഇൻറ്റു 10⁻² ന്റെ സ്ക്വയർ. നമ്മൾ എന്ത് ചെയ്യണം? മീറ്ററിലാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാൻ. ഇവിടെ നിന്ന് ½ 400 വെട്ടി എന്ത് കിട്ടും? 200 ഇൻറ്റു ഇവിടെ എന്ത് കിട്ടും? 10⁻² സ്ക്വയർ 10⁻² മൈനസ് 5 ന്റെ സ്ക്വയർ എത്ര കിട്ടും? 25 കിട്ടും. ഇൻറ്റു 10⁻² ന്റെ സ്ക്വയർ എത്ര കിട്ടും? 10⁻4 എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടുന്ന് 200 ഇൻറ്റു എനിക്ക് എങ്ങനെ എഴുതാടാ ഇതിനെ? എനിക്ക് 100 ഇൻറ്റു 10⁻4 എന്ന് എഴുതിക്കൂടെ? -25 ഇൻറ്റു 10⁻4. ഇവിടുന്ന് 200 ഇൻറ്റു 100 - 25 എത്ര? 75. 75 ഇൻറ്റു 10⁻4 കിട്ടും. 75 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 150. 1500 1000 ഇതൊരു 150 വരും, പിന്നെ ഒരു 2 0 ഉണ്ടല്ലോ. അപ്പൊ 15,000 ഇൻറ്റു 10⁻4. ഇവിടുന്ന് എനിക്ക് എത്ര കിട്ടും? 1.5 എന്ന് കിട്ടും അല്ലെ? അതായത് ഈ -4 ഇങ്ങനെ ഇങ്ങോട്ട് മാറി കുത്തണം. 1.5 ജൂൾ എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏതാടാ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 1.5 ജൂളും കൂടെ എക്സ്ട്രാ എന്ത് ചെയ്യണം? വർക്ക് ഡൺ ചെയ്യുമ്പോഴാണ് 5 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മള് ജസ്റ്റ് നമുക്കൊരു റിലേഷൻ ആണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ റിലേഷൻ എന്തോ എന്നടാ? ½ k x². ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ½ k x² ആണ്. ഇവിടെ പറയുന്നിട്ട് നമ്മുടെ ഫോഴ്സ് എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ യുവും കെയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നായിരിക്കും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ യുവും കെയുള്ള റിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ u = ½ ഇൻറ്റു ഫോഴ്സ് ആണ് കോൺസ്റ്റന്റ്. ഫസ്റ്റ് കേസ് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ u ½ ഇൻറ്റു k ഇൻറ്റു എക്സിനെ എന്തിന്റെ ടൈംസിലാക്കണം? ഫോഴ്സിന്റെയും ഫോഴ്സ് കോൺസ്റ്റന്റിന്റെയും ടൈമിലാക്കണം. അപ്പൊ നമുക്കറിയാം f എന്താണ്? kx ആണ്. ഇവിടുന്ന് x എന്ത് കിട്ടും? f/k എന്ന് കിട്ടും. കിട്ടത്തില്ലേടാ? അപ്പൊ ഇവിടെ എനിക്ക് എന്ത് എഴുതാം? f/k the whole square എന്ന് എഴുതാം. ദാറ്റ് ഈസ് u ½ k ഇൻറ്റു f²/k² എന്ന് വരും. ഒരു kയും kയും പോയാൽ u f²/2k എന്ന് കിട്ടും. കിട്ടത്തില്ലേ? ഫോഴ്സ് എന്താണ്? കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം u is inversely proportional to എന്തായിരിക്കും? k ആയിരിക്കും. u is inversely proportional to k ആയിരിക്കും. എപ്പോഴാണ്? ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയും കെയും തമ്മിലുള്ള റിലേഷൻ ആണ് u ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? k ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പറയാ ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് ആണ്, x ആണ് കോൺസ്റ്റന്റ് എന്ന് പറയാം. x ആ കോൺസ്റ്റന്റ് എങ്കിൽ നമുക്കറിയാം u = എന്ത് ഇക്വേഷൻ? ½ k x² അല്ലേ? ഇനി ഇവിടെ മാറ്റിയൊന്നും വേണ്ട. x കോൺസ്റ്റന്റ് ആണെങ്കിൽ u ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും മക്കളെ? k ആയിരിക്കും. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പ്രിംഗ് കോൺസ്റ്റന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഈ രണ്ട് കേസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 2 springs have force constant k1 and k2. Each spring is extended by same force F. അതായത് രണ്ട് സ്പ്രിംഗ് ഉണ്ട്. അവിടെ രണ്ട് സ്പ്രിങ്ങിന്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് k1 ഉം k2. ഇതിൽ ഓരോ സ്പ്രിംഗും എന്ത് ചെയ്യുന്നു? സെയിം ഫോഴ്സ് F ഫോഴ്സ് തന്നെ കൊടുക്കുന്നത്. എങ്കിൽ അവരുടെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി E1 E2 ആണെങ്കിൽ E1 ഉം E2 k1 ഉം k2 തമ്മിലുള്ള റിലേഷൻ, അതായത് അവിടുത്തെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്പ്രിംഗ് കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ എന്താ ക്വസ്റ്റ്യൻ. നോക്ക്, ഇവിടെ സെയിം ഫോഴ്സ് F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്താ മക്കളെ? കോൺസ്റ്റന്റ് ആണെന്നല്ലേ? ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ u ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു k എന്നല്ലേ നമ്മൾ പറഞ്ഞത്. സോ നമുക്ക് പറയാം u1/u2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? k2/k1 ഈക്വൽ ആയിരിക്കും. ഇവിടെ യുവിന് പകരം e ആണ്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? E1/E2 = എന്തായിരിക്കും? k2/k1 ഈക്വൽ ആയിരിക്കും. സോ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ?
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബ്ലോക്ക് ഓഫ് മാസ് മൂവിംഗ് വിത്ത് കൈനറ്റിക് എനർജി ഇ കംപ്രസസ് എ സ്പ്രിംഗ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 25 centimeter. When its speed is r, the value of spring constant of used spring will be ne Newton per meter for n equal to dash. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിന്റെ മാസ് എം ആണ്. അത് കൈനറ്റിക് എനർജി ഇയിൽ എന്ത് ചെയ്യായിരുന്നു, മൂവ് ചെയ്യായിരുന്നു. അത് എന്ത് ചെയ്തു, ഒരു സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തു. ഒരു സ്പ്രിങ്, അതായത് ഈ മാസ് ആണ്, ഇത് ഇയിൽ മൂവ് ചെയ്ത് ഒരു സ്പ്രിങ് ദാ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സ്പ്രിങ്ങിന് വന്ന് ഒറ്റ അടി അടിച്ചു. എന്ത് ചെയ്തു, അത് അങ്ങനെ ഇടിച്ചപ്പോ ആ സ്പ്രിങ് എന്തായി, കംപ്രസ് ചെയ്തു. ഈ സ്പ്രിങ് കംപ്രസ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. 25 സെന്റിമീറ്റർ ആണ് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് നീങ്ങി വന്നത്. അപ്പോഴേക്കും അതിന്റെ സ്പീഡ്, ഇനിഷ്യൽ സ്പീഡ് v ആയിരുന്നെങ്കിൽ സ്പീഡ് എന്തായി മാറി, ഇപ്പൊ പകുതിയായി മാറി, v/2 ആയിട്ട് മാറി. അതായത് ഇവിടെ എന്തിന്റെ എനർജി, എന്തിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു എനർജി കൺസർവേഷന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇനി പറയാം എനർജി കൺസർവേഷൻ. ഇത്രയേ ഉള്ളൂ. എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം എനർജി എപ്പോഴും കൺസേർഡ് ആയിരിക്കും അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന്റെ ഈ എനർജി, അതായത് വന്ന കൈനറ്റിക് എനർജി കുറഞ്ഞെന്ന് പറഞ്ഞല്ലോ, v/2 ആയെന്ന് പറഞ്ഞല്ലോ, അത് എന്തായി മാറി കാണണം, ഈ വന്നിടിച്ച് ഈ സ്പ്രിങ്ങിലോട്ട് കൊടുത്ത ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ആ സ്പ്രിങ്ങിന് ഒരു പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ആ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ. എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. അത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് മാറ്റാനേ പറ്റും. ഇവിടെ വന്ന ആ ഒരു കൈനറ്റിക് എനർജി, v വെലോസിറ്റിയിൽ വന്ന കൈനറ്റിക് എനർജി v/2 ആയിട്ട് മാറിയെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു, ആ ഒരു ഇത്ര എനർജി v/2 ആയിട്ട് മാറിയപ്പോൾ ഒരു എനർജി കുറഞ്ഞു. ആ എനർജി എന്തായി മാറി, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു എനർജി കൺസർവേഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ നമുക്ക് എനർജി ഇ ആയിരുന്നു അല്ലെ. അത് ഇപ്പൊ എത്രയായി എനർജി നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഇപ്പൊ എത്രയായി എനർജി, ആദ്യത്തെ ഇ എന്ന് പറഞ്ഞാൽ ½ mv² ആണ്. ഇപ്പൊ എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ഡാഷ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് എത്രയാണ്, ½ m ഇൻറ്റു v എന്തായി മാറി, v/2 ആയിട്ട് മാറിയെന്ന് പറഞ്ഞാൽ v/2². ദാറ്റ് ഈസ് ½ m v²/4 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, e/4 എന്ന് എഴുതാം. അതായത് ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, e/4 ആണ്. എത്രയാണ്, e/4 ആണ്. അപ്പൊ ഇവിടുത്തെ ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, e - e/4 അല്ലേ. അവിടെ നിന്ന് എനിക്ക് എത്ര കിട്ടും, 4e e പോയാൽ 3e/4 എന്ന് കിട്ടും. എത്ര കിട്ടും, 3e/4 എന്ന് കിട്ടും. ഇത് എന്തിന് ഈക്വൽ ആണ്, ഇതിന് സ്റ്റോർ ആയിട്ടുള്ള ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടല്ലേ സ്റ്റോർ ചെയ്തത് ഈ 3e/4. അപ്പൊ ഇത് ½ kx² ഈക്വൽ ആവും, ½ kx² ഈക്വൽ ആവും. അപ്പൊ ഇവിടുന്ന് 3e/4 ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു കെയുടെ വാല്യൂ എത്രയാണ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ്, ദി വാല്യൂ ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ k ഇൻറ്റു x². എക്സ് എത്രയാണ്, ഡിസ്റ്റൻസ് നീങ്ങിയത് 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ 25 ഇൻറ്റു 10⁻²ന്റെ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നീ 4ഉം 2ഉം വെട്ടി ഇവിടെ 2 കിട്ടും. 3e/2 ഈസ് ഈക്വൽ ടു k ഇൻറ്റു 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 625 ഇൻറ്റു 10⁻⁴ എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ, 625 ഇൻറ്റു 10⁻⁴. ഇവിടെ നിന്ന് എനിക്ക് 3e/2 ഈസ് ഈക്വൽ ടു 6k ഇൻറ്റു 625 ഡിവൈഡഡ് ബൈ 10⁻⁴ എന്ന് കിട്ടാം. ഇവിടുന്ന് k ഈസ് ഈക്വൽ ടു എന്ത് കിട്ടൂടാ, k ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, 3e/2 ഇൻറ്റു 10⁻⁴ ഇങ്ങനെ വരുമ്പോൾ മൾട്ടിപ്ലൈ ആവും, 10⁻⁴ ഡിവൈഡഡ് ബൈ 625 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ഓക്കെ. ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം ഇതിനെ, ഇവിടെ നിന്ന് എനിക്ക് k ഈസ് ഈക്വൽ ടു, ഇങ്ങോട്ട് എഴുതാവേ, ഇതൊന്ന് ചെറുതാക്കിയിട്ട് ഇങ്ങോട്ട് എഴുതാം. ഇവിടെ നോക്കണേ മക്കളെ, ഇങ്ങോട്ട് എഴുതാം. അപ്പൊ പറഞ്ഞേ k ഈസ് ഈക്വൽ ടു 3e/2 ഇൻറ്റു 10⁻⁴ 100 ഇൻറ്റു 100 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 625. ഇവിടെ എനിക്ക് ഈ ഒരു 2ഉം 100ഉം വെട്ടി ഇവിടെ 50 കിട്ടും അല്ലെ. 5ഉം 625 കിട്ടി എനിക്ക് 125 കിട്ടും. 125 ഇവിടെ എന്തുണ്ട്, 10ഉം ഉണ്ട്. അപ്പൊ അതിനെ പിന്നെ വെട്ടാം. അപ്പൊ 10നെ 5 കൊണ്ട് ഇടുമ്പോൾ 2 കിട്ടും, 125നെ ഇടുമ്പോൾ 25 കിട്ടും. 25 100 വെട്ടി ഇവിടെ 4 കിട്ടും. അപ്പൊ k ഈസ് ഈക്വൽ ടു 3e ഇൻറ്റു 2 ഇൻറ്റു 4 എത്രയാ, 8 എന്ന് കിട്ടും. k ഈസ് ഈക്വൽ ടു, അപ്പൊ എനിക്ക് എത്ര കിട്ടും, 24e എന്ന് കിട്ടി. k ഈസ് ഈക്വൽ ടു 24e എന്ന് കിട്ടി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്പ്രിംഗ് കോൺസ്റ്റന്റിനെ ne ആയിട്ട് കൊടുക്കാമെങ്കിൽ എന്നിന്റെ വാല്യൂ എത്രയാണ്. ഇവിടെ എനിക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ത് കിട്ടി, 24e എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എന്നിന്റെ സ്ഥാനത്തുള്ള വാല്യൂ എത്രയാ മക്കളെ, 24 അല്ലേടാ. അപ്പൊ എനിക്ക് ആൻസർ എത്ര കിട്ടി, എന്നിന്റെ വാല്യൂ എത്രയാണ്, 24 ആണ്. ആൻസർ എത്രയാ, 24 ആണ്. ഓക്കെ അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ എനർജി കൺസർവേഷൻ ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യേണ്ടത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇവിടെ വന്ന ഒരു ബ്ലോക്ക് v/2 ആയെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു, ഒരു എനർജി കുറഞ്ഞു. ആ എനർജിയാണ് എന്ത് മാറിയത്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയത്. അപ്പൊ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ആൻസറിലോട്ട് എത്തി. ഓക്കെ അല്ലേ.
ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ടൈം പറയുകയാണെങ്കിൽ അതൊന്ന് എഴുതാനാണ്. ഇവിടെ മാസ് എന്താണ്, മാസ് എം ഉള്ള ഒരു ബ്ലോക്ക്, വെലോസിറ്റി വി ആണ്. അത് വന്ന് എന്ത് ചെയ്യുന്നു, ഈ സ്പ്രിങ്ങിനെ അടിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ സ്പ്രിങ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് കംപ്രസ്ഡ് ആവുന്നു. അങ്ങനെയാണ് നമുക്ക് പറയാം ഇവിടെ ഈ പോയ വെലോസിറ്റി, അതായത് ഇതിങ്ങനെ വന്ന് ഈ ബ്ലോക്ക് ആയിട്ട് നിൽക്കുക. ഇവിടെ ഇത് ഫുൾ എനർജി, ഇതിങ്ങനെ സ്റ്റോപ്പ്, ഈ സ്പ്രിങ് കംപ്രസ് ചെയ്ത് ഇങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ വന്ന ഫുൾ കൈനറ്റിക് എനർജി എന്തായി മാറിയിട്ടുണ്ട്, ഈ സ്പ്രിങ്ങിന് കൊടുക്കുന്ന എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് ഈ ബ്ലോക്ക് നിന്നത്, അടിച്ച് നിന്നു. എങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ പറയാടാ, ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു, അതായത് വന്ന ബ്ലോക്കിന്റെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ഫുള്ളി എന്തായിട്ട് മാറി, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്, ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയാം. ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് പറയാം ഈ കേസിലാണെങ്കിൽ. ഓക്കെ അല്ലെ, ഈ കേസാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കാനുള്ള ഒരു കേസ് എന്ന് പറയുന്നത്. ഹാഫ് എം വി സ്ക്വയർ എന്തായിട്ട് മാറാം, ആ ബ്ലോക്ക് വന്നു ഒരു സ്പ്രിങ്ങിനെ ഇടിക്കുന്നു, അവർ ഒന്നിച്ച് നിൽക്കുന്നു. എന്തെങ്കിൽ നമുക്ക് പറയാം ആ വന്ന ബ്ലോക്കിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഫുള്ളി എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഈ ഒരു കേസാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ എനർജി കൺസർവേഷൻ നോക്കാനുള്ളത്. ഇത് വെച്ചാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും കണ്ടിട്ടുള്ളത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. A body of mass 1 kilogram falls freely from a height of 100 meter on a platform of mass 3 kilogram which is mounted on a spring having spring constant K is equal to 1.25 into 10 raised to 6 Newton per meter. അതായത് ഇവിടെ എന്തുണ്ടടാ, ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിന്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് എത്ര തന്നിട്ടുണ്ട്, സ്പ്രിങ് കോൺസ്റ്റന്റ് വാല്യൂ 1.25 into 10 raised to 6 Newton per meter ആണ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇതിന്റെ മുകളിൽ എന്തുണ്ട്, ഒരു മാസ് 3 കിലോഗ്രാം ഉണ്ട്. ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ 3 കിലോഗ്രാമിലോട്ട് എന്തുണ്ട്, ഒരു ബോഡി ഓഫ് മാസ് 1 കിലോഗ്രാം എന്ത് ചെയ്യുക, വന്ന് വീഴുവാണ്. ഒരു ബോഡി 1 കിലോഗ്രാം എന്ത് ചെയ്യുക, വന്ന് വീഴുവാണ് ഈ 3 കിലോഗ്രാമിലോട്ട്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 100 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഫ്രം എ ഹൈറ്റ് ഓഫ് 100 മീറ്റർ ഓൺ എ പ്ലാറ്റ്ഫോം ഓഫ് മാസ് 3 കിലോഗ്രാം വിച്ച് ഇസ് മൗണ്ടഡ് ഓൺ എ സ്പ്രിംഗ് ഹാവിംഗ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K is equal to 1.25 into 10 raised to 6 Newton per meter. The body sticks to the platform and the spring's maximum compression is found to be X. അതായത് ഈ 1 കിലോഗ്രാം ഈ 3 കിലോഗ്രാമിന്റെ മണ്ടേ വന്ന് വീണല്ലോ. ഇത് വന്നിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്തു, സ്റ്റിക്ക് ചെയ്തിരിക്കും. എന്നിട്ട് എന്ത് ചെയ്തു, കംപ്രസ് ചെയ്തു. ആ കംപ്രസ് ചെയ്തതാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഗിവൺ ദാറ്റ് G is equal to ജിയുടെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ട മക്കളെ, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ, അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞേ, നമ്മൾ പഠിച്ച എന്താണ്, എനർജി കൺസർവേഷൻ വെച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാം. അപ്പൊ എനർജി കൺസർവേഷൻ അറിയണമെങ്കിൽ നോക്കി, ആദ്യം 1 കിലോഗ്രാം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ 1 കിലോഗ്രാം ബ്ലോക്ക് 3 കിലോഗ്രാമിലോട്ട് വന്ന് വീണു. എന്നിട്ട് അവർ സ്റ്റിക്ക് ചെയ്ത് ഒരുമിച്ച് കംപ്രസ് ചെയ്തു, എക്സ് ഡിസ്റ്റൻസ് ഒരുമിച്ച് കംപ്രസ് ചെയ്തു. അപ്പൊ ഇത്രയും എനർജിയാണ് എന്തായി മാറുന്നത്, ഈ സ്പ്രിങ്ങിലുള്ള ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. എന്തൊരു ഐഡിയ ഉണ്ടാവണം അല്ലെ, കാരണം 1 കിലോഗ്രാമിലുള്ളത് എന്ത് ചെയ്യണം, ആദ്യം 3 കിലോഗ്രാമുള്ള ബോഡിയുടെ മുകളിൽ വന്ന് വീഴണം. അത് വീഴുന്നു, അതാണ് MgH. അവിടെ എന്ത് ചെയ്തു, ഒരു പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ച് അത് വന്ന് വീണു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരുടെ സ്റ്റിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കംപ്രസ് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസ്, എക്സ് ഡിസ്റ്റൻസ്. അത്രയും എനർജി യൂസ് ചെയ്താണ് ഈ സ്പ്രിങ് എന്താവുന്നത്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, ആദ്യം ഇത് ഇവിടെ വരാനെടുത്ത എനർജി അത് എന്ത് കിട്ടും, നമുക്ക് MgH എന്ന് കൊടുക്കാം. MgH, M എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. പ്ലസ് പിന്നെ ആരൊക്കെയുണ്ട്, ഇത് M1 എന്ന് കൊടുക്കാം കേട്ടോ, ഇത് M2 എന്ന് കൊടുക്കാം. അപ്പൊ M1GH പ്ലസ് പിന്നെ എന്തുണ്ട്, M1 പ്ലസ് M2, 2 മാസം കൂടെ ഒരുമിച്ച് ഇവിടെ ഇരിക്കുകയല്ലേ, ഇൻറ്റു GX. അവർ രണ്ടുകൂടെ ഒരുമിച്ച് നീങ്ങിയത് എത്ര, എക്സ്. അപ്പൊ GX ഈസിക്കൽ ടു എന്തായിട്ട് മാറുകടാ, ഇത്രയും എനർജിയാണ് എന്തായിട്ട് മാറുന്നത്, സ്പ്രിങ്ങിന്റെ എനർജി, അതായത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഹാഫ് KX സ്ക്വയർ ആയിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഇവിടെ നീ ഒരു ഇക്വേഷൻ എഴുതുന്ന പാടേ ഉള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി അവിടെ നിന്ന് ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്ത് വിട്ടാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ ഫ്രെയിം ചെയ്ത് മനസ്സിലായോ? ഓക്കെ, ഇനി പറഞ്ഞു M1GH എന്ത് കിട്ടും, 1 ഇൻറ്റു G എത്രയാ, 10 ഇൻറ്റു H എത്രയാ, 100 പ്ലസ് M1 പ്ലസ് M2 എന്ന് പറയുമ്പോൾ 3 പ്ലസ് 1 എത്ര കിട്ടും, 4 ഇൻറ്റു 10 ഇൻറ്റു എക്സ് ഈസിക്കൽ ടു ഹാഫ് ഇൻറ്റു കെയുടെ വാല്യൂ എത്രയാ, 1.25 ഇൻറ്റു 10 raised to 6 ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ അല്ലേ, ഇവിടെ നിന്ന് എനിക്ക് എത്ര കിട്ടും, 1000 പ്ലസ് 14x ഈസിക്കൽ ടു ഇതൂടെ വെട്ടിയ 6.625 എന്ന് എഴുതാം. അതിന് 6.25 ഇൻറ്റു 10 raised to 5 എന്ന് എഴുതാം, 10 raised to 5 എക്സ് സ്ക്വയർ. ഓക്കെ അല്ലേ, ഓക്കെ. ഇനി ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, എല്ലായിടത്തുനിന്നും ഒരു 0 വെട്ടിക്കളയാം. അപ്പോ 100 പ്ലസ് 4x
ഈസ് ഈക്വൽ ടു 6.25 ഇൻറ്റു 10⁴ എന്ന് കിട്ടും. ഇതിനെ 6.25 ഇൻറ്റു 10⁴ മൈനസ് 4x മൈനസ് 100 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 6.25 ഇൻറ്റു 10⁴ 62500 അല്ലേ? x² മൈനസ് 4x മൈനസ് 100 ഈസ് ഈക്വൽ ടു 0. ഇതെനിക്ക് ഇങ്ങോട്ട് ഇപ്പുറത്തെ പേജിലോട്ട് എഴുതാം. 62500 x² മൈനസ് 4x മൈനസ് 100 ഈസ് ഈക്വൽ ടു 0. ഇതിപ്പം നമ്മുടെ എന്താണ് ax² മൈനസ് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല ആയില്ലേ? അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല അറിയാലോ. എന്തോ ക്വാഡ്രാറ്റിക് ഫോർമുല? x ഈസ് ഈക്വൽ ടു മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഈ ഇക്വേഷൻ ഓർമ്മയില്ലേ മക്കളെ? അപ്പൊ ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. മൈനസ് b എന്താണ്? മൈനസ് 4 ആണ്. അപ്പൊ മൈനസ് ഓഫ് മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b എന്താണ്? മൈനസ് 4 അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 60 മൈനസ് 4 ഇൻറ്റു a എത്രയാ മക്കളെ? 62500 ഇൻറ്റു c എത്രയാ? മൈനസ് 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 62500 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ എത്ര കിട്ടും? മൈനസ് ഓഫ് മൈനസ് 4 കിട്ടും. 4 പ്ലസ് ഓർ മൈനസ് 16 ഇത് രണ്ടും കൂടെ എന്താവും? മൈനസ് മൈനസ് ചേർന്ന് പ്ലസ് ആവും. പ്ലസ് 4 ഇൻറ്റു 62500 ഇൻറ്റു 100 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 62500 എന്ന് കിട്ടി. ഇനി നോക്കേടാ, നമുക്ക് ഈ ഒരു 4ഉം ഈ ഒരു 16ഉം നമ്മൾ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം എന്താണെന്നറിയാവോ? ഇത്രയും വലിയ വാല്യൂ റൂട്ടിനകത്ത് കിടക്കുന്ന നോക്കി ഇത്രയും വലിയ വാല്യൂ ആണ്. അതിന്റെ കൂടെ ഇപ്പുറത്ത് വന്ന് ഒരു 4 കൂട്ടിയെന്ന് പറഞ്ഞാൽ വലിയ ചേഞ്ച് ഉണ്ടാകുന്നില്ല. അകത്തുള്ള 16 ഇപ്പുറത്ത് വന്നാലും 4 അപ്പൊ 4 കൂട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂല് അധികം ചേഞ്ച് ഒന്നും ഉണ്ടാകത്തോണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? നെഗ്ലക്ട് ചെയ്ത് കളയാം. ഇത് രണ്ടും അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ എന്ത് വരും? അപ്പൊ x ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 ഇൻറ്റു 625. നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ടാണ് അത് ചെയ്യാം. നമ്മുടെ ഓപ്ഷൻ നോക്കുമ്പോഴും നമുക്കറിയാം. നോക്കാം, നല്ല ഡിഫറൻസ് ഉണ്ട്. 40, 4, 80, 8. അപ്പൊ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാം. 62500 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 62500. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 4ന്റെ റൂട്ടിന് പുറത്ത് വരുമ്പോൾ 2 കിട്ടും. 625 പുറത്ത് വരുമ്പോൾ 25 കിട്ടും. 100ന്റെ പുറത്ത് വരുമ്പോൾ 10 കിട്ടും. ഇവിടെ 100 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 10 വരും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 62500 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടുന്ന് 2ഉം 2ഉം വെട്ടിക്കളയാലോ. 25 625 വിട്ട് 25 കിട്ടത്തില്ലേ? 0 അപ്പൊ എത്ര കിട്ടി? 1/25 എന്ന് കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 1/25 എന്ന് പറഞ്ഞാൽ എത്ര? 0.04 മീറ്റർ ആണ്. 0.04 മീറ്റർ ആണ്. ഇതിനെ സെന്റിമീറ്ററിലാക്കുമ്പോൾ എന്ത് വരും? 0.04 ഇൻറ്റു 100 വരും. ദാറ്റ് ഈസ് 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി മക്കളെ? 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സോ ആൻസർ ചെയ്താ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ നമ്മുടെ എനർജി കൺസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ആ എനർജി കൺസർവേഷൻ എടുത്തത് മനസ്സിലായോ? ഓക്കെ അല്ലേടാ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ പോവാം. അപ്പൊ പക്ഷെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ടുള്ളതാണ് നമ്മൾ എനർജി കൺസർവേഷന് നമ്മൾ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ. കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ടാകുമ്പോൾ നമുക്ക് എന്തെടുക്കാൻ അറിയാമോ? ഇനിഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആവും. ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആവും. എന്താണ്? നമ്മുടെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ ഇത് പ്രകാരം എന്തെടുക്കുന്നത്? നമ്മൾ എനർജി കൺസർവേഷന്റെ പ്രോബ്ലം ചെയ്യുന്നത് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഇത് എപ്പോഴാണ്? കൺസർവേറ്റീവ് ഫോഴ്സസിന്റെ കേസിലാണ്. ഇനി നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആ വരുന്നതെങ്കിൽ അവിടെ ഇത് ഈക്വൽ ആയിരിക്കില്ല. അവിടെ എന്ത് വരും? അവിടെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഒക്കെ വരും. ഇപ്പൊ എയർ റെസിസ്റ്റൻസ് അതൊക്കെ വരും. അപ്പൊ അത് എന്തെടുക്കുമെന്ന് അറിയാമോ? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ പ്ലസ് കെ ഫൈനൽ മൈനസ് കെ ഇനിഷ്യൽ. ഈ ഇക്വേഷൻ വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യു ഫൈനൽ മൈനസ്, അതായത് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി കുറയ്ക്കും പ്ലസ് ഫൈനൽ കൈനറ്റിക് എനർജി ഇനിഷ്യൽ കൈനറ്റിക് എനർജി കുറയ്ക്കും. അതായിരിക്കും വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ എന്താണ്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത് വെച്ച് നമുക്ക് ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. എ ബോഡി ഓഫ് മാസ് എം ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h റീച്ചസ് ദി ഗ്രൗണ്ട് വിത്ത് എ സ്പീഡ് ഓഫ് 0.8 റൂട്ട് gh. ദ വാല്യൂ ഓഫ് വർക്ക് ഡൺ ബൈ എയർ ഫ്രിക്ഷൻ ഈസ്. ഇവിടെ എയർ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ? അതൊരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലേ? അപ്പൊ ഇവിടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ
പ്ലസ് കെ ഫൈനൽ മൈനസ് കെ ഇനിഷ്യൽ. ഇത് ചെയ്യുന്നതാണ് നമ്മുടെ എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്നല്ലേ നമ്മൾ പറഞ്ഞേ. ഇവിടെ യു ഫൈനൽ എത്രയായിരിക്കും എടാ ഒന്ന് പറഞ്ഞേ. ഈ ബോഡി ഓഫ് മാസ് എം എന്ത് ചെയ്യുക, ഹൈറ്റ് എച്ചിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാണല്ലേ, അതായത് ഇവിടെ നിന്ന് മാസ് എം എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടുത്തെ കൈനറ്റിക് എനർജി ഇനിഷ്യൽ എത്രയാ, 0 ആണ്. യു ഇനിഷ്യൽ എത്രയായിരിക്കും, ഇവിടുന്ന് ഇവിടെ വരെയുള്ള എച്ച് ഹൈറ്റ് എന്നല്ലേ, അപ്പൊ യു ഇനിഷ്യൽ എം ജി എച്ച് ആയിരിക്കും. ഇവിടെ വന്നല്ലേ വീഴുന്നത്, ഇവിടെ വന്ന് വീഴുമ്പോൾ യു ഫൈനൽ എത്രയായിരിക്കും, ഇവിടുത്തെ 0 ആയിരിക്കും. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്തായിരിക്കും, ഹാഫ് എം വി സ്ക്വയർ അല്ലേ, ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ വി എത്രയാണ്, 0.8 റൂട്ട് ജി എച്ച് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഹാഫ് എം ഇൻറ്റു വിക്ക് പകരം എന്തിട്ട് കൊടുക്കാം, വിക്ക് പകരം 0.8 റൂട്ട് ജി എച്ചിന്റെ സ്ക്വയർ കൊടുക്കാം. ഓക്കെ അല്ലേ. അപ്പൊ പറഞ്ഞേടാ യു ഫൈനൽ എത്ര കിട്ടി, യു ഫൈനൽ എന്ന് പറഞ്ഞാൽ 0 മൈനസ് യു ഇനിഷ്യൽ എത്രയാണ്, എം ജി എച്ച് ആണ് അല്ലെ. മാസ് എത്രയാണ്, എം തന്നെയാണ്. അപ്പൊ എം ഇൻറ്റു ജി എച്ച് എന്ന് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പ്ലസ് കെ ഫൈനൽ എത്രയാണ് മക്കളെ, കെ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ നമ്മുടെ കെ ഫൈനൽ, ഹാഫ് എം ബി സ്ക്വയർ. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. ഹാഫ് എം ഇൻറ്റു 0.8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.64 ജി എച്ച് എന്ന് കിട്ടാം. ഇതും വെട്ടിയ 0.32 ജി എച്ച് എന്ന് കിട്ടത്തില്ലേ. അപ്പൊ 0.32 mgh മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ എത്രയാ, 0. ദാറ്റ് ഈസ് മൈനസ് എം ജി എച്ച് പ്ലസ് 0.32 mgh എന്ന് കിട്ടിയില്ലേടാ. ഇതിനെ എനിക്ക് എത്രയെന്ന് എഴുതാം, മൈനസ് 0.68 mgh എന്ന് കിട്ടും. എത്ര കിട്ടും, മൈനസ് 0.68 mgh എന്ന് കിട്ടും. അപ്പൊ വാല്യൂ, അതായത് വർക്ക് ഡൺ ബൈ എയർ ഫ്രിക്ഷൻ, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്ര കിട്ടി, മൈനസ് 0.68 mgh എന്ന് കിട്ടി. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേടാ. അപ്പോ കൺസർവേഷൻ ഓഫ് എനർജി വെച്ച് അല്ലെങ്കിൽ എനർജി കൺസർവേഷന്റെ ബേസിൽ നമുക്ക് ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റും, നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ വർക്ക് ഡൺ ആയാലും കണ്ടുപിടിക്കാൻ പറ്റും. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അവിടെ ഇനിഷ്യൽ കൈനറ്റിക് എനർജിയും ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടുന്നത് എന്തിന് ഈക്വലായിരിക്കും, ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വലായിരിക്കും. ഇനി അല്ല നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ എന്തുണ്ട്, അവിടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ വർക്ക് ഡൺ ഉണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞു, യു എഫ് മൈനസ്, അതായത് പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള വ്യത്യാസം, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയും പ്ലസ് അതിന്റെ കൂടെ എന്തുകൊണ്ടണം, കൈനറ്റിക് എനർജിയുടെ തമ്മിലുള്ള വ്യത്യാസം, ഫൈനൽ കൈനറ്റിക് എനർജി ഇനിഷ്യൽ കൈനറ്റിക് എനർജിയും കുറയ്ക്കണം. അപ്പൊ അതായിരിക്കും എന്ത് വരുന്നത്, വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്തിലോട്ട് പോടാം, ഇനി നമുക്ക് വെർട്ടിക്കൽ സർക്കുലർ മോഷന്റെ കേസിലോട്ട് പോവാം. ഓക്കെ, അടുത്തതാണ് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്. എന്താ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്നറിയാമോ, ഞാനൊരു നൂലെടുത്തിട്ട് അതിന്റെ എൻഡിൽ ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കറക്കുവാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ കറക്കുമ്പോൾ എന്ത് ചെയ്യാ, കല്ല് ഇങ്ങനെ ഒരു സർക്കുലർ മോഷൻ കറങ്ങത്തില്ലേടാ, അതിനെ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്നുള്ളത്. ഈ വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ അതായത് ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ കറങ്ങുന്ന ഓരോ പോയിന്റിലും അതിന്റെ വെലോസിറ്റിയും ടെൻഷനും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ അല്ല, അതൊന്നും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. ഇവിടെ ഉള്ള വെലോസിറ്റി, ഇതിപ്പോ ആ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇവിടെ ഉള്ള വെലോസിറ്റി ആയിരിക്കത്തില്ല അവിടെ ഉള്ള വെലോസിറ്റി ആയിരിക്കത്തില്ല ഇവിടെ ഉള്ള, അങ്ങനെ വെലോസിറ്റിയും ടെൻഷനും ഒക്കെ എന്ത് ചെയ്യണം, മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം, നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കാം. ഇനി അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ഈ ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് പി നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇവിടെ ഉള്ള പോയിന്റ് പി നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ ടെൻഷൻ എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്യട്ടെ. ഓക്കെ, അത് കണ്ടുപിടിക്കുക. എനിക്കറിയാം ഇവിടുന്ന് ടെൻഷൻ എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഇങ്ങോട്ട് ടെൻഷൻ കാണും, ടി കാണും അല്ലെ, ഇങ്ങോട്ട് ടെൻഷൻ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു പോയിന്റ് താഴോട്ട് എന്താണോ അതിന്റെ വെയിറ്റ് കാണത്തില്ലേ, ഈ കല്ല് ഇപ്പൊ ഇവിടെ നിൽക്കുന്നെങ്കിൽ ഈ കല്ല് ഇവിടെ ഉള്ളപ്പോൾ ഉള്ള ആ ഒരു ഇതിന്റെ കല്ലിന്റെ ടെൻഷൻ നമുക്ക് വേണ്ടേ. അപ്പൊ ഇവിടെ നീ കല്ലിന് ടെൻഷൻ ഇല്ലേ, ടെൻഷൻ അല്ല എം ജി കാണത്തില്ലേ, ആ എം ജി എന്ത് ചെയ്യും, താഴോട്ട് ആക്ട് ചെയ്യും. ഇങ്ങോട്ട് എന്താ ആക്ട് ചെയ്യടാ, എം ജി ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ, ഇങ്ങോട്ട് എം ജി ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു കമ്പോണന്റ് വരച്ചാൽ ഇത് തീറ്റയാണെങ്കിൽ ഇത്, അതായത് ഈ ടെൻഷനും ഇതിന്റെ ഈ വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും ഇവിടെ, രണ്ടും പാരലൽ, ഇതും എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ, എം ജി കോസ് തീറ്റ ആയിരിക്കും. ഇത് എം ജി ആണ്, ഇത് തീറ്റ ആണെങ്കിൽ ഈ കമ്പോണന്റ് എന്തായിരിക്കും, എം ജി കോസ് തീറ്റ ആയിരിക്കും. ഇനി ഇതിന്റെ സെന്ററിലോട്ട് എന്ത് കാണും, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യത്തില്ലേ, ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങോട്ട് എന്തും കാണും, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇങ്ങോട്ട് കാണും. ഇങ്ങോട്ട് എന്ത് കാണൂടാ, പുറത്തോട്ട് അതിനൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കാണും. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എത്രയായിരിക്കും, എം വി സ്ക്വയർ ബൈ ആർ ആയിരിക്കും. ആർ റേഡിയസ് ആണെങ്കിൽ എം വി സ്ക്വയർ ബൈ ആർ ആയിരിക്കും അവിടെയുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് എനിക്ക് എഴുതിക്കൂടെടാ, ഇതിൽ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ആര് മാത്ര, ടെൻഷൻ മാത്ര. ഇങ്ങോട്ട് ആരൊക്കെ ഉണ്ട്, എം വി സ്ക്വയർ ബൈ ആറും എം ജി കോസ് തീറ്റ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ടെൻഷൻ ടി ഈസ് ഈക്വൽ ടു ഇങ്ങോട്ടൊക്കെ ആരുണ്ട്, എം വി സ്ക്വയർ ബൈ ആർ പ്ലസ് എം ജി കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ.
എഴുതാം. അപ്പൊ ഒരു പോയിന്റിലെ ടെൻഷൻ, ഇപ്പൊ പി എന്ന് പറയുന്ന ജനറൽ പോയിന്റിലെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും ഇടാം? എം വി സ്ക്വയർ ബൈ ആർ പ്ലസ് എം ജി കോസ് തീറ്റ ആയിരിക്കും. ഇവിടെ ഈ വി എന്ന് പറയുന്നത് ഈ പോയിന്റിലെ സ്പീഡ് ആയിരിക്കും, ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ആ ഒരു കല്ലിന്റെ സ്പീഡ് ആയിരിക്കും വി എന്ന് പറയുന്നത്. വി പി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ടെൻഷൻ അറ്റ് പി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിട്ട് കൊടുക്കാം? എം വി പി സ്ക്വയർ, ആ പോയിന്റിലെ വെലോസിറ്റി അറിയാമെങ്കിൽ എം വി പി സ്ക്വയർ ബൈ ആർ പ്ലസ് എം ജി കോസ് തീറ്റ ആയിരിക്കും അവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ടെൻഷൻ സീറോയോ അല്ലെങ്കിൽ ലെസ് ദാൻ സീറോ ആണെങ്കിൽ അവിടെ എന്തില്ല, ടെൻഷൻ സീറോ ആണ് അല്ലെങ്കിൽ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ആ സ്ട്രിങ് എന്ത് ചെയ്യടാ, അവിടെ വെച്ചങ്ങ് അഴയും. കാരണം ആ ഒരു സർക്കിൾ മോഷൻ കംപ്ലീറ്റ് ഇല്ല, അഴിഞ്ഞ് എന്ത് ചെയ്യും, ആ പാർട്ടിക്കിൾ ആ സർക്കുലർ പാത്തിൽ നിന്ന് എന്ത് ചെയ്യടാ, ലീവ് ചെയ്യും. ഓക്കെ അല്ലേ? അതും കൂടെ ഒരു ലൈൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണം. ടെൻഷൻ അറ്റ് എനി ജനറൽ പോയിന്റ് പി ഈക്വൽ ടു എം വി പി സ്ക്വയർ ബൈ ആർ പ്ലസ് എം ജി കോസ് തീറ്റ. അവിടെ വി പി എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ വെലോസിറ്റി ആണ്, സ്പീഡാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ടെൻഷൻ അറ്റ് എ ബി സി, ഒരു സർക്കുലർ മോഷന്റെ എയും ബി സി എന്ന് പറഞ്ഞ് 3 പോയിന്റ്സ് തന്നിട്ട് ആ 3 പോയിന്റ്സിലെ ടെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നേരത്തെ ആ ഫിഗർ വരച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പോയിന്റ് പി മാർക്ക് ചെയ്യുന്നു. അവിടെ ഉള്ള വെലോസിറ്റി വി ഉണ്ട്, എം വി സ്ക്വയർ ബൈ ആർ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എം ജി കോസ് തീറ്റ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ടെൻഷൻ മുകളിലോട്ടുണ്ട്, അതൊക്കെ നോക്കാം. അപ്പൊ ജനറൽ പോയിന്റിൽ ടി എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഉള്ള വെലോസിറ്റി വി പി ആണെങ്കിൽ എം വി പി സ്ക്വയർ ബൈ ആർ പ്ലസ് എം ജി കോസ് തീറ്റ എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അതൊക്കെ നമ്മൾ എഴുതിക്കണം. ഇനി നമുക്ക് ഈ ഒരു പിയില്, ഈ പി എന്ന് പറയുന്ന പോയിന്റില് വെലോസിറ്റി വി പിയുടെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. ആ വി പിയുടെ വാല്യൂ എ എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി, അതായത് ഏറ്റവും ബോട്ടത്തിലുള്ള പോയിന്റിന്റെ വെലോസിറ്റി വെച്ച് ഓരോ പോയിന്റിലെ വെലോസിറ്റി എത്ര എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാം. അപ്പോ വി പി, അതായത് പി എന്ന് പറയുന്നത് അതിന്റെ അകത്ത് ഏതെങ്കിലും ആ സർക്കുലർ മോഷനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് പി. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് പിയിലെ വെലോസിറ്റി എ വിത്ത് റെസ്പെക്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യും. എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം യു ഐ പ്ലസ് കെ ഐ എന്ന് പറയുന്നത് എന്താണ്, യു എഫ് പ്ലസ് കെ എഫിന് ഈക്വൽ ആയിരിക്കണം. ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഫൈനൽ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ആദ്യം ഇത് എയിൽ ഇരിക്കുമായിരുന്നു അല്ലെ. എയിൽ ഇരിക്കുമ്പോൾ ഉള്ള ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, 0 ആയിരിക്കും. അവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് എം ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി വി എ ആണ് ഇവിടുത്തെ വെലോസിറ്റി, അപ്പൊ വി എ സ്ക്വയർ ആയിരിക്കും ഈസിക്കൽ ടു ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. അതായത് ഇവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി വേണം. ഇവിടെ എമ്മും ജിയും അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് നോക്കിയടാ, ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇത് മൊത്തത്തിൽ എന്താണ്, റേഡിയസ് ആറാണ്. അപ്പൊ ഇതും ആറാണ്. ഇതുമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കമ്പോണന്റ് വെച്ചാൽ ഇത് എന്താവും, ഇത് തീറ്റ ആണെങ്കിൽ ഈ കമ്പോണന്റ് എന്താവും, ആർ കോസ് തീറ്റ ആവും. അപ്പൊ ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആറിൽ നിന്ന് ആർ കോസ് തീറ്റ കുറയ്ക്കുന്നതായിരിക്കും. അപ്പൊ എം ജി എച്ചിന് വരെ നമുക്ക് എന്തിടാ, എച്ച് എന്ന് പറയുന്നത് ആർ മൈനസ് ആർ കോസ് തീറ്റ ആണ്. അപ്പം ഇവിടുത്തെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തൊരു, എം ജി ഇൻറ്റു ആർ മൈനസ് ആർ കോസ് തീറ്റ വരും, പ്ലസ് ഹാഫ് എം അവിടുത്തെ വെലോസിറ്റി അതെന്താണ്, വി പി ആണ്, വി പി സ്ക്വയർ. ഇവിടെ നിന്ന് എനിക്ക് ഈ എം ഒക്കെ വെട്ടിക്കളയുമ്പോൾ, എം ഒക്കെ എല്ലായിടത്തും വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ വി പി സ്ക്വയർ ഈസിക്കൽ ടു വി എ സ്ക്വയർ മൈനസ് 2g ഇൻറ്റു ആർ മൈനസ് ആർ കോസ് തീറ്റ എന്ന് വരും. അവിടെ നമുക്ക് ടെൻഷൻ പി എന്ന് പറഞ്ഞാൽ എന്തായും, വി പി സ്ക്വയർ ബൈ ആർ പ്ലസ് എം ജി കോസ് തീറ്റ അല്ലേ. അപ്പൊ അതിനെ വി എയുടെ ടേംസിലാക്കുമ്പോൾ എന്തിട്ടാ, വി പി സ്ക്വയറിന് ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കും. അപ്പൊ എന്തിട്ട്, സോ ടെൻഷൻ അറ്റ് എനി ജനറൽ പോയിന്റ് പി എന്ന് പറയുന്നത് എന്തിട്ടാ, എം വി എ സ്ക്വയർ ബൈ, ഇവിടെ ഒരു ആർ ഉണ്ട് കേട്ടോ, എം വി എ സ്ക്വയർ ബൈ ആർ പ്ലസ് 3 mg കോസ് തീറ്റ മൈനസ് 2mg നെ ഇട്ടാം. അവിടെ വി എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ബോട്ടം പോയിന്റിലെ സ്പീഡാണ് എ. ഓക്കെ അല്ലെ, എ എന്ന് പറയുന്ന പോയിന്റിലെ സ്പീഡാണ് വി എ. അപ്പൊ അതിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ എനി ജനറൽ പോയിന്റിലെ ടെൻഷൻ എന്ത് ചെയ്യട്ടെ, എം വി എ സ്ക്വയർ ബൈ ആർ പ്ലസ് 3 mg കോസ് തീറ്റ മൈനസ് 2mg. അപ്പൊ ഈ ഇക്വേഷന് നോട്ട് ചെയ്യണം. അതുപോലെ നമുക്ക് ആ പോയിന്റിലെ സ്പീഡ് അറിയെങ്കിൽ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ഈ 2 ഇക്വേഷനാണ് നമ്മൾ നോട്ട് ചെയ്യണം. ഈ ഡെറിവേഷൻ ഒന്നും വേണ്ട. ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പൊ നമുക്കിനി എയിലെയും ബിയിലെയും സിയിലെയും ടെൻഷൻ പറയേണ്ട എത്ര വീതമാണെന്ന് പറയാം. അപ്പൊ നമുക്ക് ആദ്യം ഇക്വേഷൻ ഒന്നും കൂടെ എഴുതാം. ടെൻഷൻ അറ്റ് എനി പോയിന്റ് ജനറൽ പോയിന്റ് പി എന്ന് പറഞ്ഞാൽ എന്താണ്, എം വി എ സ്ക്വയർ ബൈ ആർ പ്ലസ് 3mg കോസ് തീറ്റ മൈനസ് 2mg. ഓക്കെ അല്ലേടാ? ഈ ഇക്വേഷൻ 2-3 തൊട്ട് എഴുതി പഠിക്കണം. എം വി എ സ്ക്വയർ ബൈ ആർ പ്ലസ് 3mg കോസ് തീറ്റ മൈനസ് 2mg. ഇനി പറഞ്ഞേ ഓരോ പോയിന്റിലും ടെൻഷൻ കണ്ടുപിടിക്കാം. ടി എ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ടി എ ആകുമ്പോൾ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് എത്രയാടാ, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പൊ ഇവിടെ തീറ്റ എന്തായിരിക്കും, 0 ഡിഗ്രി ആയിരിക്കും. ബി എന്ന് പറയുന്ന പോയിന്റ് നോക്കി ഇവിടുത്തെ തീറ്റ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കത്തില്ലേ. സി എന്ന് പറയുന്ന പോയിന്റ് ആകുമ്പോൾ തീറ്റ എത്രയാവും, 180 ഡിഗ്രി ആവും. ഓക്കെ അല്ലേ? ഇനി ഓരോ പോയിന്റിലും ടെൻഷൻ കണ്ടുപിടിക്കാം. ടി എ ഈസിക്കൽ ടു എന്ത് വരും, എം വി എ സ്ക്വയർ ബൈ ആർ പ്ലസ് 3mg കോസ് 0 അല്ലേ, കോസ് 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, മൈനസ് 2mg. അപ്പൊ എന്ത് കിട്ടും, 3mg 2mg പോയാൽ mg ആവും. അപ്പൊ ടെൻഷൻ അറ്റ് എ ഈസിക്കൽ ടു എം വി എ സ്ക്വയർ ബൈ ആർ പ്ലസ് mg എന്ന് വരും.
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ടെൻഷൻ അറ്റ് പോയിന്റ് എ നമുക്ക് കിട്ടി. ഇനി ടെൻഷൻ അറ്റ് പോയിന്റ് ബി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ടെൻഷൻ അറ്റ് പോയിന്റ് ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? mva² പ്ലസ് 3mg കോസ് 90 വരത്തില്ലേ? കോസ് 90 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? അപ്പൊ 3mg ഇൻറ്റു 0 മൈനസ് 2mg. അപ്പൊ ഈ ഒരു ടൈം ഫുൾ 0 ആയിപ്പോ ടെൻഷൻ അറ്റ് പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ എത്ര ഇട്ടുവിടാ? mva² പ്ലസ് എന്ത് വരും? 3mg ന്ന് 2mg പോയാൽ എത്ര ഇട്ട? mg എന്ന് ഇട്ട. ഓക്കെ അല്ലേ? 3mg അല്ല 3mg ഇല്ലല്ലോ ഇവിടെ. അപ്പൊ എന്ത് വരും? ഇത് ഫുള്ള് 0 ആയിപ്പോയി. അപ്പൊ va² മൈനസ് 2mg കിട്ടും. ഓക്കെ അല്ലേടാ? അപ്പൊ നമുക്ക് ടെൻഷൻ അറ്റ് പോയിന്റ് ബിയും കിട്ടിയില്ലേ? കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടണം? ടെൻഷൻ അറ്റ് പോയിന്റ് സി കണ്ടുപിടിക്കണം. അപ്പൊ പറഞ്ഞ ടെൻഷൻ അറ്റ് പോയിന്റ് സി എങ്ങനെ കണ്ടുപിടിക്കും? mva² പ്ലസ് എന്ത് വരും? 3mg ഇൻറ്റു കോസ് 180 എന്താ? -1 അല്ലേ? -1 മൈനസ് 2mg. അപ്പൊ ഇവിടെ മൈനസ് 3mg ഉണ്ട്, മൈനസ് 2mg ഉണ്ട്, രണ്ടുകൂടെ ചേർന്ന് -5mg. അപ്പൊ എത്ര കിട്ടും? mva² മൈനസ് 5mg എന്ന് കിട്ടും. ഇതെന്താണ്? ടെൻഷൻ അറ്റ് പോയിന്റ് സി. അപ്പൊ സി എന്ന് പറയുന്ന പോയിന്റിലെ ടെൻഷനും എ എന്ന് പറയുന്ന പോയിന്റിലെ ടെൻഷനും ബി എന്ന് പറയുന്ന പോയിന്റിലെ ടെൻഷനും നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേടാ? ഏത് പോയിന്റിലെ ടെൻഷൻ ചോദിച്ചാൽ ഇപ്പൊ കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് തീറ്റ അറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് അടുത്തൊരു ടൈമിലോട്ടാണ് നമ്മൾ പോകുന്നത്. ക്രിട്ടിക്കൽ വെലോസിറ്റി. എന്താണ് ടൈം? ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്ന ടൈമിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്താ മക്കളെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് അറിയാമോ? ഇപ്പൊ ഇതില് ഈ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ഇതിന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഇതിലൊരു യൂണിഫോം സർക്കുലർ മോഷൻ ഇതിന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റ്, ഇതിപ്പോ പോയിന്റ് സി, ഇത് ബി, ഇത് എ. ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി അതാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ആ വെലോസിറ്റി എന്ന് പറയുന്നത് √5 √g⁻ ഈക്വൽ ആയിരിക്കണം. √g⁻ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ √g⁻നേക്കാളോ കൂടുതലോ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ബോഡിക്ക് ആ ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ത് ചെയ്യാൻ പറ്റൂ? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. vc √gr. ഓക്കെ അല്ലേ? അപ്പൊ vc √g⁻ ഈക്വൽ ആയ സ്ഥിതിക്ക് നമുക്ക് ബിയിലെയും എയിലെയും ഒക്കെ വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് നമ്മുടെ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് എയിലെയും ബിയിലെയും ഒക്കെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അവിടുത്തെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇവിടെ ഇരിക്കുവല്ലായിരുന്ന ബോള് അല്ലെങ്കിൽ ആ ഒരു ബോഡി സ്റ്റോൺ ആയിക്കോട്ടെ, ആ സ്റ്റോൺ എന്ത് കറങ്ങി കറങ്ങി സി എന്ന് പറയുന്ന പോയിന്റിൽ വന്നെന്ന് വിചാരിച്ചു. അവിടെ എനർജി കൺസർവേഷൻ അനുസരിച്ച് നമുക്ക് പറയാം യു ഇനിഷ്യൽ പ്ലസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്ന് പറയുന്നത് യു ഫൈനൽ പ്ലസ് ഫൈനൽ കൈനറ്റിക് എനർജി അല്ലേ? അതെ. യു ഇനിഷ്യൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. പ്ലസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഇവിടുത്തെ വി എ അല്ലേ? ആ വി എ വേണം എനിക്ക് കണ്ടുപിടിക്കാൻ. ½ mva² ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ഇത്ര. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്? ഡയമീറ്ററിന് ഈക്വൽ അല്ലേ? അതായത് 2r ഈക്വൽ അല്ലേ? അപ്പൊ mg × 2r പ്ലസ് ഫൈനൽ കൈനറ്റിക് എനർജി ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? സി അല്ലേ? അവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താണ്? വി സി ആണ്. വി സി നമുക്കറിയാം √g. അപ്പൊ ½ mvc². ഇവിടെ നിന്ന് ½ va² ഈസ് ഈക്വൽ ടു 2mgr പ്ലസ് ½ vc എന്ന് പറഞ്ഞാൽ √gr. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ gr വരും. ½ mgr എന്ന് കിട്ടും. ഇവിടെ നിന്ന് ഹാഫ് വെട്ടിപ്പോണ്ട, എം എല്ലായിടത്തു നിന്നും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ va²/2 ഈസ് ഈക്വൽ ടു 2gr പ്ലസ് ½ gr. എത്ര കിട്ടുവാടാ? 5gr/2 എന്ന് കിട്ടും. ഇവിടുന്ന് va² ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5gr കിട്ടും. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുവാടാ? √5gr എന്ന് കിട്ടും. എത്ര കിട്ടും? √5gr എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റിലെ സ്പീഡ് എന്താണ്? √5gr. ബോട്ടത്തില് ടോപ്പില് √gr ആണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിലെ സ്പീഡ് എന്തായിരിക്കണം? √5gr ആയിരിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? എങ്കിൽ ഇവിടുത്തെ ടെൻഷൻ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ടെൻഷൻ നമ്മളൊരു ഇക്വേഷൻ, എ എന്ന് പറയുന്ന പോയിന്റിലെ ടെൻഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ നേരത്തെ എഴുതി. എന്തായിരുന്നു ഇക്വേഷൻ? mva²/r പ്ലസ് mg ആണ് അല്ലെ? അപ്പൊ mva²/r പ്ലസ് mg ഇവിടെ ഇട്ട് കൊടുക്കാം. va എന്താണ്? √5gr അല്ലെ? അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോ 5gr ഡിവൈഡഡ് ബൈ r പ്ലസ് mg. ഇവിടുന്ന് r പോവും. 5mg പ്ലസ് mg എത്ര കിട്ടും? 6mg എന്ന് കിട്ടും. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിലെ ടെൻഷൻ എത്ര കിട്ടി? 6mg. എ എന്ന് പറയുന്ന പോയിന്റിലെ സ്പീഡ് എത്ര കിട്ടി മക്കളെ? √5gr കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ബിയിലെ കണ്ടുപിടിച്ച് നോക്കാലോ. എന്ത് കണ്ടുപിടിക്കാം? വെലോസിറ്റി അറ്റ് ബി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ അതേ സർക്കുലർ മോഷൻ അല്ലേ, അത് അവിടെ ഇരിക്കട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തുണ്ട്? സ്പീഡ് ഇവിടെ എത്രയാണ്? √gr ആണ്. മിനിമം സ്പീഡ് അത്ര ആയിരിക്കണം. ഇവിടുത്തെ സ്പീഡ് നമുക്ക് കിട്ടി √5gr ആണ്. ഇവിടുത്തെ ടെൻഷൻ എനിക്ക് കിട്ടി എത്രയാണ്? 6mg ആണ്. എങ്കിൽ ബി എന്ന് പറയുന്ന ഈ പോയിന്റിലെ എന്താ എനിക്ക് കണ്ടുപിടിക്കേണ്ട? ബി എന്ന് പറയുന്ന ഈ പോയിന്റിലെ സ്പീഡും ടെൻഷനും ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി ആണ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുന്ന് ഈ ബോഡി ഇവിടെ വരെ വന്നത് എടുക്കാം. ഓക്കെ അല്ലേ? ഇവിടെ എന്ത് ചെയ്യാം? എനിക്ക് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ യു ഇനിഷ്യൽ പ്ലസ്
കൈനറ്റിക് എനർജി ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു യു ഫൈനൽ പ്ലസ് കൈനറ്റിക് എനർജി ഫൈനൽ. യു ഇനിഷ്യൽ എത്രയാണ്? 0 ആണ്. കൈനറ്റിക് എനർജി ഇനിഷ്യൽ എത്ര കിട്ടും? ഹാഫ് എം വി എ സ്ക്വയർ അല്ലേ? വി എക്ക് പകരം √5gr ഇട്ട് കൊടുക്കാം അല്ലെ? അപ്പം എന്ത് കിട്ടും? √5gr സ്ക്വയർ എടുക്കുമ്പോൾ 5gr കിട്ടും. ഈസ് ഈക്വൽ ടു യു ഫൈനൽ എത്ര കിട്ടൂടാ? ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ലേ? അപ്പോ mgr പ്ലസ് കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് എം വി ബി സ്ക്വയർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടുന്ന് 5mgr/2 ഈസ് ഈക്വൽ ടു mgr പ്ലസ് ഹാഫ് എം വി ബി സ്ക്വയർ എന്ന് കിട്ടാം. ഇവിടുന്ന് എം എല്ലായിടത്തു നിന്നും വെട്ടിപ്പോവാം. അപ്പൊ വി ബി സ്ക്വയർ ബൈ 2 വി ബി സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടാം? 5gr/2 മൈനസ് gr. അപ്പൊ വി ബി സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു 5gr 2gr പോയ 3gr 3gr/2 എന്ന് കിട്ടും. ഈ 2 2 വെട്ടിപ്പോയിട്ട് വി ബി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? √3gr എന്ന് കിട്ടും. അപ്പൊ വെലോസിറ്റി അറ്റ് പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? √3gr ആണ്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട. ആ ഒരു ടൈമിൽ ചോദിച്ചതൊന്ന് ജസ്റ്റ് എന്താ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ കാണാതെ പഠിക്കാനാണെങ്കിൽ എളുപ്പം. മുകളിലത്തെ എന്താണ്? √gr. ഇവിടുത്തെ സ്പീഡ് ഇപ്പൊ എത്ര കിട്ടി? √3gr. താഴെയാണെങ്കിൽ എത്രയാണ്? √5gr. ഇനി ടെൻഷൻ അറ്റ് പോയിന്റ് ബി കണ്ടുപിടിക്കാം. ടെൻഷൻ അറ്റ് പോയിന്റ് ബി വരുമ്പോ എന്ത് വരുവാടാ? എം വി എ സ്ക്വയർ ബൈ ആർ പ്ലസ് എന്തെന്നാ വന്നത്? എം വി എ സ്ക്വയർ ബൈ ആർ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എം വി എ സ്ക്വയർ ബൈ ആർ മൈനസ് 2mg എന്നായിരുന്നു. മൈനസ് 2mg. ഓക്കെ അല്ലേ? മൈനസ് 2mg. അപ്പൊ എങ്ങനെ എഴുതാം? എം ഇൻറ്റു വി എ എത്രയാണ്? അവിടുത്തത് √5gr അല്ലേ? അപ്പൊ അതിന്റെ സ്ക്വയർ. അപ്പൊ 5gr ബൈ ആറ് മൈനസ് 2mg. ആറും വെട്ടിപ്പോവും. 5mg 2mg പോയാൽ 3mg. അപ്പൊ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി മക്കളെ? ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് 3mg കിട്ടി. 3mg. ഓക്കെ അല്ലേ? ഇവിടുത്തെ ടെൻഷൻ എത്ര കിട്ടും പറഞ്ഞേ? അവിടുത്തെ ടെൻഷൻ നമ്മൾ കണ്ടുപിടിച്ച ടെൻഷൻ അറ്റ് സി ഈസ് ഈക്വൽ ടു എം വി എ സ്ക്വയർ ബൈ ആർ മൈനസ് 5mg എന്നായിരുന്നു അല്ലെ? അപ്പൊ വി എ എത്രയാണ്? 5gr അല്ലേ? അപ്പൊ വി എ സ്ക്വയർ 5gr. അപ്പൊ 5mgr/r എന്ത് വരും? 5mg 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 പോയാൽ 0. അപ്പൊ ടെൻഷൻ അറ്റ് പോയിന്റ് സി എന്ന് പറയുന്നത് 0 ആണ്. √gr പോയാൽ മുകളിലത്തെ ടെൻഷൻ എന്താവും? 0. ഇവിടുത്തെ ടെൻഷൻ 3mg, ഇവിടുത്തെ ടെൻഷൻ 6mg. ഓരോരുത്തരുടെ സ്പീഡും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? ഇത്രയാണ് നമ്മുടെ വെർട്ടിക്കൽ സർക്കുലർ മോഷന് നമ്മൾ ഈ ഒരു ടൈമിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓരോ പോയിന്റിലെ സ്പീഡിന്റെ ഇക്വേഷൻ, സ്പീഡ് എത്ര നമുക്കറിയാം, എവിടെയാ കൂടുതലെന്ന് നമുക്കറിയാം, ടെൻഷൻ എവിടെയാ കൂടുതലെന്ന് നമുക്കറിയാം. എവിടെയാണ് സ്പീഡ് ഏറ്റവും കൂടുതൽ? നമ്മുടെ ഈ താഴത്തെ പോയിന്റിലാണ് സ്പീഡ് ഏറ്റവും കൂടുതൽ. ഓക്കെ അല്ലേ? നമ്മളിപ്പോ സി ബി എ എന്ന് കൊടുക്കുകയാണെങ്കിൽ വി എ ഗ്രേറ്റർ ദാൻ വി ബി ഗ്രേറ്റർ ദാൻ വി സി ആയിരിക്കും. ടെൻഷന്റെ ഓർഡർ അറിഞ്ഞിരിക്കാം. ഓക്കെ അല്ലെ? ജനറൽ പോയിന്റിലെ ടെൻഷന്റെ ഇക്വേഷൻ നമുക്കറിയാം. നമുക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു ഇത് കണ്ടുപിടിക്കണമെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? പ്രൂഫ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ ക്വസ്റ്റ്യൻ നോക്കേ? എ സ്മാൾ ബക്കറ്റ് കണ്ടെയ്നിങ് വാട്ടർ ഈസ് റൊട്ടേറ്റഡ് ഇൻ എ വെർട്ടിക്കൽ സർക്കിൾ ഓഫ് റേഡിയസ് ആർ by means of a rope. V is the velocity of bucket at highest point. Then water does not fall down if. അതായത് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ കറക്കുവാണ്. റേഡിയസ് ആറാണ് ആ റോപ്പിന്റെ. എങ്കിൽ ഇത് ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ആ ഒരു വെലോസിറ്റി ഓഫ് ബക്കറ്റ് എത്ര ആണെന്ന ക്വസ്റ്റ്യൻ. ആ വാട്ടർ താഴെ വീഴുകയും ചെയ്തത് ആ സർക്കുലർ മോഷൻ അതേപടി കംപ്ലീറ്റ് ആവണം. എങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി, ക്രിട്ടിക്കൽ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √gr ആയിരിക്കണമെന്ന് നമ്മൾ പഠിച്ചല്ലേ? അപ്പൊ ഇവിടെ എന്തൊരു ആൻസർ? ഓപ്ഷൻ ബി is the right answer. കണ്ടോ? ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ √gr ഈക്വൽ അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. എങ്കിൽ മാത്രമേ ആ സർക്കുലർ മോഷൻ അതിന് എന്ത് ചെയ്യാൻ പറ്റൂ? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ടോപ്പിക് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള പവർ എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ടാണ് വരുന്നത്. വർക്ക് കഴിഞ്ഞ് എനർജി കഴിഞ്ഞ് പവർ. എന്താ പവർ എന്ന് നോക്കി? പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഓർ എനർജി ഈസ് ട്രാൻസ്ഫർഡ്. അതായത് വർക്ക് ഡൺ ചെയ്ത വർക്ക് ഡണ്ണിന്റെ റേറ്റ് എടുക്കുന്നതോ അല്ലെങ്കിൽ എനർജിയുടെ റേറ്റ് എടുക്കുന്നതോ ആണ് പവർ എന്ന് പറയുന്നത്. വർക്ക് ഡൺ ബൈ ടൈം അല്ലെങ്കിൽ എനർജി ബൈ ടൈം. അതാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 യൂണിറ്റ് അറിഞ്ഞിരിക്കുക. വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. അതുപോലെ ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹോഴ്സ് പവർ എന്നെല്ലാം പറയാം. ഇതിന്റെ അകത്ത് ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടിന് ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? 746 വാട്ടിന് ഈക്വൽ ആണ്. ഇനി പവറിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ ബൈ ടൈം. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഇനി പവർ എന്ന് പറയുന്നത് 2 ടൈപ്പ് നമുക്ക് അറിഞ്ഞിരിക്കാം. ആവറേജ് പവറും ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് പവറും ഉണ്ട്. ആവറേജ് പവർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ചെയ്തത് വർക്ക് ഡൺ ബൈ ടൈം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആവറേജ് പവർ. ഇനി ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ ആ ഒരു ഇൻസ്റ്റന്റിലെ പവർ കണ്ടുപിടിക്കണം. അതായത് dw/dt എടുക്കണം. അതിപ്പോ നമുക്ക് കിട്ടുന്നതാണ് F.V അല്ലെങ്കിൽ നമുക്ക് F.V എങ്ങനെ എഴുതാൻ മക്കളെ? FV cos θ എന്ന് എഴുതണം. അപ്പം ഇൻസ്റ്റന്റേനിയസ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സും വെലോസിറ്റി ഒക്കെ തന്നാൽ, വെക്ടർ ഫോമിൽ തന്നാൽ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് അറിഞ്ഞിരിക്കണോടാ? ഇൻസ്റ്റന്റേനിയസ് പവറിന് ഈക്വൽ ആയിരിക്കും എന്ന് അറിഞ്ഞിരിക്കണം.
ഓക്കെ അല്ലേ? ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് നമുക്ക് അത് വെച്ചിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ഫോഴ്സ് തന്നിട്ടുണ്ട്, എത്രയാണ്? 2I + 3J + 4K ന്യൂട്ടൺ ആക്ട്സ് ഓൺ എ ബോഡി ഫോർ 4 സെക്കൻഡ്. അപ്പൊ ടൈം എത്രയാണ്? 4 സെക്കൻഡ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നിട്ടുണ്ട്? എത്രയാണ്? 3I + 4J + 5K ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞേടാ, ഇവിടെ എങ്ങനെ പവർ കണ്ടുപിടിക്കും? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം അല്ലേ? വർക്ക് എങ്ങനെ കിട്ടും? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തന്നിട്ടില്ല, F.S എടുത്താൽ പോരെ. അപ്പൊ F.S / T കണ്ടോ? രണ്ട് ഇക്വേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ F.S എടുക്കുമ്പോൾ എത്ര? 2 × 3 6, 6 + 3 × 4 എത്ര? 12 + 4 × 5 20 ഡിവൈഡഡ് ബൈ എന്ത് വരും? ടൈം എത്രയാ? 4 അല്ലേ? അപ്പൊ എത്ര കിട്ടി? 18 + 20 38/4 എന്ന് വരും. 38/4 എന്ന് പറയുമ്പോൾ അറൗണ്ട് എത്ര കിട്ടും? 9.5 എന്ന് കിട്ടും. അപ്പൊ പവർ എത്ര കിട്ടി മക്കളെ? 9.5 വാട്ട് എന്ന് കിട്ടി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ഇനി അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി കുറച്ച് ഇക്വേഷൻസ് പറയുന്നതാണ്. വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും ടൈമും തമ്മിലുള്ള റിലേഷൻ. കോൺസ്റ്റന്റ് പവർ ആണെങ്കിൽ വെലോസിറ്റി എങ്ങനെ ടൈമായിട്ട് റിലേറ്റ് ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ടൈമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, ആക്സിലറേഷൻ എങ്ങനെയാണ് ടൈമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, അതാണ് പറയുന്നത്. കോൺസ്റ്റന്റ് പവറിന്റെ കേസ് ആണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് T⁻½ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് T⁻3/2 പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആക്സിലറേഷൻ എന്ന് പറയുന്നത് T⁻½ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാം, പക്ഷെ ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്തു പോകും. അപ്പൊ ഇതൊന്നും ചെയ്യണ്ട. കോൺസ്റ്റന്റ് പവർ ആണെങ്കിൽ വെലോസിറ്റി T⁻½ പ്രൊപ്പോർഷണൽ ആണ്, ഡിസ്പ്ലേസ്മെന്റ് T⁻3/2 പ്രൊപ്പോർഷണൽ ആണ്, ആക്സിലറേഷൻ വരുമ്പോൾ T⁻−½ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കേ, എ ബോഡി ഈസ് മൂവ്ഡ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ബൈ എ മെഷീൻ ഡെലിവറിംഗ് കോൺസ്റ്റന്റ് പവർ. ഇത് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ബോഡി ഇൻ ടൈം T ഈസ് പ്രൊപ്പോർഷണൽ ടു. കണ്ടോ, കോൺസ്റ്റന്റ് പവർ ആണ് തന്നിട്ടുണ്ട് എങ്കിൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ചെയ്തത് ടൈമിന് എങ്ങനെ പ്രൊപ്പോർഷണൽ ആവുന്നതെന്നാ. എങ്ങനെയാണ്? എക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T⁻, എന്തെന്ന് നമ്മൾ പറഞ്ഞ 3/2 എന്ന്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേടാ? ഓക്കെ, അപ്പൊ നമ്മള് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ, എനിക്ക് 2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും, പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പഠിക്കാനും ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്താൽ പോയിട്ടുള്ളൂ. ഇനി നമ്മുടെ കൊളിഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇതിൻ്റെ അകത്തുണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോ, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ എടുക്കും. ബാക്കി എല്ലാ കാര്യവും വർക്ക് എനർജിയും പവറും എനർജി കൺസർവേഷനും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. റിവൈസ് ചെയ്യാത്തവർ മാക്സിമം ടൈം എന്ത് ചെയ്യുന്ന റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എല്ലാവരും ഹാപ്പി ആയിട്ട് കൂൾ ആയിട്ട് എക്സാം ഹാൻഡിൽ ചെയ്യണം. പനിയൊന്നും പിടിപ്പിക്കാതെയൊക്കെ നോക്കണം കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.